ഹായ് ഓൾ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കേറുന്നുള്ളതെന്ന് തോന്നുന്നില്ല. നമുക്കൊരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലായിടത്തും നല്ല മഴയുണ്ടല്ലേ. അപ്പൊ ചിലപ്പോ റേഞ്ച് ഇഷ്യൂ ചിലപ്പോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ അവിടെ ചാറ്റിന്റെ അകത്തൊന്ന് ടൈപ്പ് ചെയ്തിടണം കേട്ടോ. ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കണം കേട്ടോ. ഇത് നമുക്കറിയാം മൊത്തത്തിൽ മഴയാണ്. അപ്പൊ അതിൻ്റെതായ പ്രോബ്ലംസ് ചിലപ്പം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കെന്നാ ക്ലാസ് ആരംഭിച്ചേക്കാം അല്ലെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എത്രയാണ് കർണപർവം വരെയാണ് എടുത്തത് അല്ലെ. 19ാമത്തെ ക്ലാസ് വരെയായിരുന്നു എടുത്തത്. കർണപർവം വരെയായിരുന്നു നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ ഇന്നത്തെ വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള കവിതാ വിഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കവിതകളാണ് നമുക്ക് ഇനിയുള്ള ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് 20ാമത്തെ പാഠം എന്ന് പറയുന്നത് ഇന്നും ഞാൻ നാളെ നീ, ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. പേജ് നമ്പർ 191 191ാമത്തെ പേജാണ്. എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ. ഒന്ന് റിപ്ലൈ ചെയ്യാവോ ആരെങ്കിലും? ചാറ്റിൽ ഒന്ന് റിപ്ലൈ ചെയ്യാവോ? നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോന്ന്? കേൾക്കാം മിസ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിച്ചേക്കാം അല്ലെ. 191ാമത്തെ പേജാണ്. ഗ്രന്ഥകാര പരിചയം നോക്കിക്കേ. മലയാളത്തിലെ പ്രശസ്തനായ കവിയും വിവർത്തകനുമായ ജി ശങ്കരക്കുറുപ്പ് 1901 ജൂൺ 3 ജനിച്ചു. അപ്പൊ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചാണ്, അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യം എന്തായാലും വൺ വേർഡിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഏത് വേണമെങ്കിലും ചോദിക്കും. അദ്ദേഹത്തിന്റെ കൃതികൾ ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഏതൊക്കെ മേഖലയിലായിരുന്നു അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ചത്, അത് വേണമെങ്കിൽ നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഇപ്പൊ കൂടുതൽ നമ്മൾ ചോദിച്ച് കണ്ടേക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് 50 മാർക്കിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും അങ്ങനെ പല രീതിയിലാണല്ലോ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. അപ്പൊ നമുക്കത് നോക്കാം. മലയാളത്തിലെ പ്രശസ്തനായ കവിയും വിവർത്തകനുമായ ജി ശങ്കരക്കുറുപ്പ് 1901 ജൂൺ 3 ജനിച്ചു. 1956 അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ചു. കേരള സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാ അംഗം എന്നീ നിലകളിൽ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. സൂര്യകാന്തി, ഓടക്കുഴൽ, മൂന്നരുവിയും ഒരു പുഴയും, പൂജാപുഷ്പം, ജീവന സംഗീതം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. 1978 ഫെബ്രുവരി 2 അദ്ദേഹം അന്തരിച്ചു. ഇത്രയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ളൊരു വിവരണം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാഠാപഗ്രഥനം നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാഠത്തിനെ കുറിച്ച് ഒന്ന് ചുരുക്കി കൊടുത്തേക്കുന്നതാണ് കവിതയെ കുറിച്ച്. അപ്പൊ അത് നോക്കിയിട്ടാണ് നമുക്ക് കവിത പഠിക്കുമ്പോൾ എളുപ്പമുണ്ട്. അതിന് താഴെ തന്നെ കൊടുത്തേക്കുന്നുണ്ടോ പാഠാപഗ്രഥനം. ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയുടെ തലക്കെട്ട് ഉദ്ധരണികൾക്കുള്ളിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട. നമ്മുടെ പാഠഭാഗത്തിന്റെ ഉദ്ധരണിയിലാണ് കൊടുത്തിരിക്കുന്നത്. തലക്കെട്ടിന് സാധാരണയായി ഉദ്ധരണി ആവശ്യമില്ല. ഇവിടെ കവിയുടെ ഉള്ളിലുള്ള ആശയങ്ങളെ പ്രകടിപ്പിക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത്. ഇനി അന്നത്തെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നുണ്ട്.
അന്തിയാകുമ്പോൾ, അന്തി എന്ന് പറഞ്ഞാൽ എന്താണ്, സന്ധ്യാസമയമാണ് കേട്ടോ. അന്തിയാകുമ്പോൾ നിഴലുകൾക്ക് നീളം വെക്കുന്നു, ഇതിനെ കവി ഭയപ്പെടുന്നു. ആകാശം, അതിൽ അവിടെവിടെ തെളിയുന്ന നക്ഷത്രങ്ങൾ, അസ്തമിക്കുന്ന പകൽ, നിശബ്ദമായ ദിക്കുകൾ, ഇവയെല്ലാം ചിത്രത്തിലേക്ക് കവി ആലേഖനം ചെയ്യുന്നു. മൃതശരീരം പകലിന്റെ അസ്തമയം സൂചിപ്പിക്കുന്നു. ചിത്രത്തിലെ അവസാന ഘടകം അന്തിയിലെ നിശബ്ദതയാണ്. പകലിൽ നിന്നും പിറക്കുന്നതായി അന്തിയെ കാണുന്നു. അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാണ് കേട്ടോ. എങ്ങു നിന്നും വന്നു എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാനാവാത്ത പ്രതിഭാസമാണ് ജീവിതം. അതൊന്ന് ആ വരി ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഏറ്റവും ലാസ്റ്റത്തെ ലൈനാണ്. എങ്ങു നിന്നും വന്നു എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാനാവാത്ത പ്രതിഭാസമാണ് ജീവിതം. 20ാമത്തെ ചാപ്റ്റർ ആണ്. മൈക്കൊന്ന് ഓഫ് ചെയ്തേക്കാവോ? ചെറിയാൻ കേസ് ഓഫ് ചെയ്തേക്കാം. എനിക്ക് ചാപ്റ്റർ ഒന്ന് പറയുമോ? 20ാമത്തെ ചാപ്റ്റർ ആണ്. പേജ് നമ്പർ 190. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മളൊരു വൺ വേർഡ് പറഞ്ഞായിരുന്നു. എന്താണ് ജീവിതം എന്ന് ചോദിച്ചായിരുന്നു. ഒറ്റ വൺ വേർഡേ ഉള്ളൂ, ചിലപ്പോൾ ചോദിക്കാട്ടോ. എങ്ങു നിന്നും വന്നു എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാനാവാത്ത പ്രതിഭാസമാണ് ജീവിതം. പെട്ടെന്ന് മൂകതയെ തകർക്കാൻ എന്ന വണ്ണം ഒരു ശബ്ദം ഉയരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് പറയുമ്പോ ഒരു ഒച്ച എന്താണ് ദീനം വിലപിക്കുന്നതെന്ന് കവി പറയാനായിട്ട് തയ്യാറാകുന്നുണ്ട്. ക്രിസ്തുവിന്റെ മരണം ഒരു ഉദാഹരണമായിട്ട് കവി കാണുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് എന്താ കവിതയിലേക്ക് വരാം. അപ്പൊ 190ാമത്തെ പേജ് എടുത്തേ. പെൻസിലോ പേനയൊക്കെ ഉണ്ടല്ലോ അല്ലെ കയ്യിൽ. നമ്മൾ കവിതയൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ എഴുതി വെക്കണം. കാരണം അർത്ഥം ചോദിക്കൂ കേട്ടോ. നിരവധി അർത്ഥങ്ങൾ ചോദിക്കാറുണ്ട്, അർത്ഥം എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നതൻ ഓർമ്മയില്. പ്രതിധ്വനിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും കേൾക്കുന്നു അല്ലെ. പാതവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ, ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശാകസാമിടയ്ക്ക് ആഞ്ഞു വലിക്കവേ, താരകരത്നാചിതമാം പട്ടിനാൽ പാലമലങ്കൃതമായ വിൺപെട്ടിയിൽ ചത്ത പകലിൻ ശവം വച്ചെടുപ്പിച്ചെടുത്ത മൗനം 4 ദിക്കുകൾ നിൽക്കവേ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മള് ഏതിനെ കുറിച്ചാണ്? മരണത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എഴുതിയ ഒരു കവിതയാണ് ഇന്നു ഞാൻ നാളെ നീ. അപ്പൊ അദ്ദേഹം ഇതിനകത്ത് ഏതാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്ന? മരണത്തെ കുറിച്ചൊരു ഇതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കവിതയിലൂടെ പറഞ്ഞത്. അപ്പൊ ഇന്നും ഞാൻ നാളെ നീ. അപ്പൊ നമുക്ക് എല്ലാവരും, നമ്മള് ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഏതിലേക്ക്? മരണത്തിലേക്ക് അല്ലെ. അതൊരു എന്താണ്, റിയാലിറ്റിയാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ മരിച്ചു പോകുന്ന, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓരോ ദിവസവും കഴിയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ എന്താണ്, ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, മരണവും അനിവാര്യമാണ്. അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് അല്ലെ. അപ്പൊ അതെന്താണ്, ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ. അപ്പൊ അദ്ദേഹം എവിടെയോ കണ്ടു ഇന്ന് ഞാൻ നാളെ നീ എഴുതി വെച്ചേക്കുന്ന ഒരു വാക്യം അദ്ദേഹം എവിടെയോ കണ്ടു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ എപ്പോഴും എന്താണ്, ചെവിയിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുന്നത് പോലെ അദ്ദേഹത്തിന് എപ്പോഴും എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എപ്പോഴും അദ്ദേഹം ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എവിടെയാണ്? ഓക്കെ, പാതവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരെ. അപ്പൊ എന്താണ്, സന്ധ്യാസമയമാണ്. അപ്പൊ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. ഞാൻ പറയുമ്പോൾ മനസ്സിലൊന്ന് ഓർക്കണേ. അപ്പൊ എന്താണ്, ഒരു സന്ധ്യാസമയമാണ്, ഒരു ഇരുട്ട് പരക്കുന്ന ഒരു സമയമാണ്. അപ്പൊ പാതവക്കത്തെ നമ്മുടെ നടക്കുന്ന അല്ലെ വൈറ്റ് സൈഡിൽ എന്താണ്, മരത്തിന്റെ മരം എങ്ങനെയാണ്, സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ എങ്ങനെയാണ്, കരിനീഴലാണ്. നമുക്കൊരു പേടി തോന്നും അല്ലെ. ആ മരമൊക്കെ നമ്മൾ സന്ധ്യാസമയമായി കഴിഞ്ഞാൽ നമുക്ക് മരത്തിലേക്കൊക്കെ നോക്കി ഇരുട്ടായിരിക്കും. പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ. അപ്പൊ എന്താണ്, അതിന്റെ ഒരു നിഴല് ഭൂമിയിലേക്ക് അടിക്കുമ്പോൾ നമുക്കറിയാം, സന്ധ്യാസമയം വൈകുന്നേരങ്ങളിലാവുമ്പോൾ നമ്മുടെ നിഴലുകൾക്ക് എങ്ങനെയാണ്, നീളം വെക്കും അല്ലെ. നമുക്ക് ഈ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവര് എപ്പോഴും എന്താണ്, ആ ചെറിയൊരു വൈകുന്നേര സമയങ്ങളിൽ അവരിങ്ങനെ ഓടിക്കളിക്കുന്നതാണ്. എന്താണ്, നിഴലുകൾക്ക് നീളം വെക്കുമ്പോൾ അവരെന്ത് ഓർക്കും, അയ്യോ എനിക്ക് ഇത്രയും പൊക്കം വെച്ചോ,
അല്ലെ? അങ്ങനെയൊക്കെ ഓർത്തോണ്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്ന കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് സന്ധ്യാസമയം ആകുമ്പോഴാണ് എന്ത് ചെയ്യാ, നിഴലുകൾക്ക് നീളം വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കൂലോ, വൺ വേർഡ് ചോദിക്കുമ്പോ ഏത് സമയമാകുമ്പോഴാണ് നിഴലുകൾക്ക് നീളം വെക്കുന്നത്? സന്ധ്യാസമയം ആകുമ്പോൾ അല്ലെ? അപ്പൊ എന്താണ്, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ. അപ്പൊ എന്താണ്, ഈ മരം ഇങ്ങനെ എന്താണ് ഒരു പ്രേതം കണക്ക് ഇങ്ങനെ എന്താണ് വളരുന്നത് കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, ആ മരത്തിലെ ഇലകൾ എന്ത് ചെയ്യാണ്, ചില ശുഷ്കപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശുഷ്കിച്ചത് എന്ന് പറഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇലകൾക്കാണ് നമ്മൾ പത്രങ്ങൾ എന്ന് പറയാ കേട്ടോ. അപ്പൊ എന്താണ് രണ്ട് ലൈനിന്റെ മീനിങ് ഒന്നിച്ചു പറഞ്ഞു തരുമോ? ഒന്നുകൂടി പറയാവോ? പാദവക്കത്തെ എന്നുള്ള ആ ലൈൻ ഇല്ല, ആ രണ്ട് ലൈനിന്റെ അർത്ഥം ഒന്ന് ഒരുമിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഓക്കെ. എന്താണ്, പാദവക്കത്തെ മരത്തിൻ കരിന്തിരെ പേദം കണക്കെ ക്ഷണത്താൽ വളരെ. അപ്പൊ നമ്മുടെ പാദവക്കത്തിലെ റോഡ് സൈഡിലെ ഒരു മരം നിൽപ്പുണ്ടെങ്കിൽ ആ മരം സന്ധ്യാസമയമാകുമ്പോ എങ്ങനെയാണ്, ഇരുട്ട് വ്യാപിച്ച് കഴിയുമ്പോൾ അല്ലെ, അതിന്റെ നിഴല് താഴേക്ക് അടിക്കുമ്പോ എങ്ങനെയാണ്, കറുത്താണ് ഇരിക്കുക അല്ലെ? അപ്പൊ എന്താണ്, ഈ ഒരു നിഴൽ എങ്ങനെയാണ് സന്ധ്യാസമയം ആയതുകൊണ്ടും ഇരുട്ട് ആ ഒരു സമയമാകുമ്പോ എങ്ങനെയാണ് നിഴലുകൾക്ക് എങ്ങനെയാണ് നീളം വെക്കുന്നു. അപ്പൊ എന്തായിട്ടാണ് കവിക്ക് തോന്നുന്നത്, പ്രേതമാകുമ്പോ എങ്ങനെയാണ്, പ്രേതം എങ്ങനെയാണ് ഭയങ്കരമായിട്ട് വലിപ്പം വെച്ച് വളരുമെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇമാജിൻ ചെയ്ത് നമ്മുടെ സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പ്രേതം എങ്ങനെയാണ്, ഭയങ്കര വലിപ്പമാണോ, ഭയങ്കരമായിട്ട് നീളവും വണ്ണവും ഒക്കെ വെച്ച് എങ്ങനെ വേണേലും രൂപമാറ്റം സംഭവിക്കുക അല്ലെ? അപ്പൊ അതുപോലെയാണ് സന്ധ്യാസമയവും മരം എങ്ങനെയാണ്, മരം കറുത്ത, അതിന് നിഴലുകൾ എങ്ങനെയാണ് കറുത്തിരുണ്ടിരിക്കും. അതുപോലെ തന്നെ എന്താണ്, പ്രേതം കണക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് ക്ഷണത്താൽ ഇങ്ങനെ വളർന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, വളരുകയാണ്. അപ്പൊ സന്ധ്യാസമയമാകുമ്പോൾ ആ പ്രകാശത്തിന്റെ ഒരു വ്യത്യാസമാണ് കേട്ടോ. ഇനി അടുത്ത ലൈൻ, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്ന് പതിക്കുക. അപ്പൊ ഇത് കണ്ടേച്ച് ഈ മരത്തിന്റെ ഈ പെട്ടെന്നുള്ള വളരുന്നത് കണ്ടിട്ട് എന്താണ്, ആ മരത്തിലുള്ള ചില ഉണങ്ങിയ ഇലകള്, ശുഷ്കപത്രങ്ങൾ എന്താണ്, ഉണക്ക ഇലകൾ എന്ത് ചെയ്യാണ്, ബോധം കെട്ട് താഴേക്ക് വീഴുകയാണെന്നാണ് ആര് പറയുന്നത്, കവി പറയുന്നത്. അപ്പൊ അദ്ദേഹം എവിടെയായിരിക്കാം, പാദവക്കത്താണ് നിൽക്കുന്നത്. ഇനി അടുത്തൊരു ലൈന്, ആസന്ന മൃത്യുവാൻ നിശ്ചേഷ്ടമാരുതൻ ശാകസാമിടയ്ക്ക് അഞ്ഞു വലിക്കവേ. അപ്പൊ എന്താണ്, ഇവിടെ ആസന്ന മൃത്യു, അപ്പൊ മരിക്കാറായി കിടക്കുന്ന ഒരു നമുക്കറിയാം, മരിക്കാറായി കിടക്കുന്ന ആളുകൾ അവരുടെ അന്ത്യശ്വാസം വലിക്കുന്ന ഒരു വലിയുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം ഒരു എങ്ങനെയാണ് ഈ വായു വലിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. അപ്പൊ എന്താണ്, മരിക്കാറായി കിടക്കുന്ന ആള് ശ്വാസം വലിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, നിശ്ശേഷം സന്ധ്യാസമയത്തുള്ള കാറ്റ് എങ്ങനെയാണ്, ഒരു പതിയെ ആയിരിക്കും എന്ത് ചെയ്യുക, കാറ്റ് വീശുക. അപ്പൊ ആ കാറ്റിനെയാണ് പറയുന്നത് എന്താണ്, പതിയെയുള്ള കാറ്റിന്റെ വീശലിന് എന്താണ്, ഈ മരിക്കാൻ കിടക്കുന്ന ആള് അന്ത്യശ്വാസം വലിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, കാറ്റ് വീശുന്നതെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ജി ശങ്കരക്കുറുപ്പ് പറയുന്നത്. ഇനി അടുത്ത രണ്ട് ലൈൻ. മാഡം ഒരു ഡൗട്ട് ഉണ്ട്. അത് ഇവിടെ ശ്വാകാസം എന്നാണ് കാണുന്നത്. അങ്ങനെ തന്നെയാ കൊടുത്തേക്കുന്നത്, ശ്വാകാസവും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെയാ കൊടുത്തേക്കുന്നത്. ഞാൻ 2-3 ടെസ്റ്റ് നോക്കി, അതിലെല്ലാം അങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. ആ വാക്കിലെ അർത്ഥം എന്താ? നമ്മൾ അന്ത്യശ്വാസം വലിക്കില്ലേ, നമ്മൾ മരിക്കാറായി കിടക്കുന്ന ആളുകൾ നമ്മൾ അന്ത്യശ്വാസം വലിക്കുന്ന, വായു വലിക്കുക നമ്മൾ പറയുന്ന, അതാണ് അതിന്റെ അകത്ത് വരുന്ന മീനിങ് കേട്ടോ. അന്ത്യശ്വാസം വലിക്കുക, അതാണ് അവിടെ വരുന്നത്. ശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ശ്വാസം എടുക്കുന്ന പോലെയാണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ അന്ത്യശ്വാസത്തെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, അങ്ങനെ തന്നെ എഴുതിക്കോ കേട്ടോ, അന്ത്യശ്വാസം വലിക്കുക എന്നാണ് കേട്ടോ. ഇനി അടുത്ത ലൈന്, താരക രത്നാചിതമാം പട്ടിനാൽ പാലം അലങ്കൃതമായവിൽ പെട്ടിയ. അപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം, സന്ധ്യാസമയം കഴിഞ്ഞു, ഇനി ഇരുട്ട് പരന്നു, ആകാശത്ത് എങ്ങനെയാണ്, താരക രത്നാചിതമാം പട്ടിന. അപ്പൊ ആകാശത്തെ എന്താണ്, ഒരു പട്ട് തുണിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കവി സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കി, ആകാശം നല്ല വെളിച്ചമുള്ള, അല്ല നല്ല ഈ കാർമേഘം ഒന്നും ഇല്ലെങ്കിൽ നല്ല തെളിഞ്ഞു കിടക്കുന്ന ആകാശമായിരിക്കും. അപ്പൊ ആകാശത്തിൽ എന്തുണ്ടാവും, നക്ഷത്രങ്ങൾ ഉണ്ടാകും അല്ലെ? അപ്പൊ ഈ നക്ഷത്രം തെളിഞ്ഞു കിടക്കുന്ന, അല്ല, ആ ഒരു ആകാശത്തെ, നീല കളറുള്ള ആകാശത്തെ എന്തായിട്ടാണ് കവി കാണുന്നത്, നീല പട്ടു തുണിയായിട്ടാണ്. അതിൻ്റെ അകത്ത് ഏത് കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്ന പട്ടുതുണി, നമ്മുടെ നക്ഷത്രങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പൊ ആകാശത്തെ എന്തായിട്ടാണ് അദ്ദേഹം പറയുന്നത്, വിൺപെട്ടിയായിട്ട്. വിൺപെട്ടി എന്ന് പറഞ്ഞാൽ ആകാശപ്പെട്ടി അല്ലെ, ഇവിടെ എന്താണ് പറയുന്നത്, ശവപ്പെട്ടി കേട്ടോ. വിൺ എന്ന് പറഞ്ഞ ആകാശമാണ്,
പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ് ഒരാൾ മരിച്ചു അപ്പൊ അയാളെ അടക്കാനുള്ള പെട്ടി. അപ്പൊ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ആകാശത്തെ കവി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? താരക രത്നാചിതമാം പട്ടിനാൽ പാലം അലങ്കൃതമായ വിൺപെട്ടിയിൽ. അപ്പൊ ആകാശത്തെ എന്തായിട്ടാണ് കാണുന്നത്? ആ ശവപ്പെട്ടിയായിട്ടാണ് കവി ഇവിടെ കാണുന്നത്. അതെങ്ങനെയാണ് ആ ശവപ്പെട്ടി അലങ്കരിച്ചിരിക്കുന്നതെന്നാ പറഞ്ഞത്? നക്ഷത്രങ്ങളാവുന്ന രത്നങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ശവപ്പെട്ടി അലങ്കരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 2 ലൈൻ നോക്കിയ അപ്പൊ മരിച്ചതാരാന്ന് നമ്മളിപ്പോ പറയും. ചത്ത പകലിൻ ശവം വച്ചെടുപ്പിന് ഒത്ത മൗനം 4 ദിക്കുകൾ നിൽക്കവേ. അപ്പൊ എന്താണ്? ആരാ മരിച്ചു പോയത്? പകലാണ് മരിച്ചു പോയത് അല്ലെ? നമ്മളൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയ പകല് മരിച്ചുപോയി. അപ്പൊ പകലിനെ അടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശവപ്പെട്ടി തയ്യാറാക്കി. ഏത് ശവപ്പെട്ടിയാണ്? ആകാശമാകുന്ന ശവപ്പെട്ടി. ആ ശവപ്പെട്ടി എങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നത്? രത്നങ്ങളാകുന്ന അല്ല നക്ഷത്രങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച പട്ട് തുണി കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ശവപ്പെട്ടി അലങ്കരിച്ചിരിക്കുന്നത്. അതിന്റെ ആരെ കിടത്താൻ പോകുന്നേ? മരിച്ച പകലിനെയാണ്. പകല് മരിച്ചുപോയി, സന്ധ്യാസമയമായി അല്ലെ? ഇനി ഏതിലേക്ക് വരികയാണ്? രാത്രി ആവുകയാണ്. അപ്പൊ അതൊന്ന് ഓർത്താൽ മതി. പകൽ അസ്തമിച്ചു, സന്ധ്യാസമയമായി, ഇനി ഏതിലേക്ക് വരുന്നു? രാത്രി ആകുന്നു. അന്ന് ഓർത്താ മതിയേ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഒന്ന് ഓർക്കണം അല്ലെ? നമ്മുടെ നല്ല സമയം വന്നു, നമുക്ക് വയസ്സായി, നമ്മൾ എന്തിലേക്ക് പോകുന്നു? മരണത്തിലേക്ക് പോകുന്നു. അത് എപ്പോഴും എന്താണ്? ഒരു സത്യമായ കാര്യമാണ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൽ നിന്നും ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറാനായിട്ട് പറ്റില്ല അല്ലെ? അത് നമ്മൾ വിചാരിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താണ്? എന്നും നമുക്ക് എന്ത് ചെയ്യണം? ജീവിക്കണം. പക്ഷെ ഇതൊരു സത്യമായ കാര്യമാണ്. മരണം എന്ന് പറഞ്ഞ എന്താണ്? യാഥാർത്ഥ്യമാണ് അല്ലെ? അപ്പൊ ആരാണ് മരിച്ചത് ഇവിടെ? പകലാണ് മരിച്ചു പോയത്. അപ്പൊ പകലിന്റെ ശവം എടുത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ അടക്കാനായിട്ട് നിൽക്കുന്ന ആരാണ്? 4 ദിക്കുകളാണ്. ഏതൊക്കെയാണ് 4 ദിക്കുകൾ? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. നമ്മൾ പറയുന്ന ദിക്കുകൾ. ആ 4 ദിക്കുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ പകലിന്റെ ശവം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? മൗനത്തോടെ നിൽക്കുന്നത്. ഇനി അടുത്ത വരികളാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പകലിന്റെ മകളായിട്ട് ആരെയാണ് കാണുന്നത്? സന്ധ്യാസമയത്തെയാണ് കേട്ടോ. അന്തി എന്നാണ് നമ്മുടെ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. സന്ധ്യാസമയത്തെയാണ്. തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിതഗാത്രിയായി അന്തി മൂർച്ഛിക്കവേ. ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തോർ രാവഴി ഇങ്കൽ തനിച്ചു ഞാൻ നിന്നുപോയി. പക്ഷികൾ പാടിയിൽ ആടിയിൽ ഇച്ചിത് തന്നെ മരവിച്ച പോലെയായി. അപ്പൊ എന്താണ്? അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. പകലെന്ന് അച്ഛൻ എന്ത് ചെയ്യുന്നു? മരിച്ചു കിടക്കാണ്. തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിതഗാത്രിയായി അന്തി മൂർച്ഛിക്കവേ. അപ്പൊ എന്താണ്? ആരാ ഇങ്ങനെ കരയുന്ന? അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. സന്ധ്യാസമയം അല്ലെ? സന്ധി അല്ലെങ്കിൽ അന്തി എന്ത് ചെയ്യാണ്? അച്ഛന്റെ ശവപ്പെട്ടിയിൽ വീണ് എന്ത് ചെയ്യാണ്? കരയുകയാണ്. അച്ഛൻ ചുംബനം കൊടുത്തുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്? കരയുകയാണ്. മൈക്ക് ഓഫ് ചെയ്തരേ. ആരെയും മൈക്ക് ഓണാണേ. ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരു ഈ വഴി ഇങ്കൽ തനിച്ചു ഞാൻ നിന്നുപോയി. അപ്പൊ കവി ഓർക്കുകയാണ് ഇങ്ങനെ മരണം, ജനിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, മരിക്കുന്നു, ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്? ആലോചിക്കുകയാണ്. അപ്പൊ ഈ ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത ഒരു ഈ വഴി എങ്കിൽ തനിച്ചു ഞാൻ നിന്നുപോയി. ജീവിതം എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അല്ലെ? അതിന്റെ രണ്ടറ്റവും കാണാതെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ വഴിവക്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? തനിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷികൾ പാടിയില്ല ആടിയില്ല ഈ ക്ഷിതി തന്നെ മരവിച്ച പോലെ. സന്ധ്യാസമയം ഇരുട്ട് പരന്നു കഴിഞ്ഞാല് നമുക്കറിയാം ഒരു മൂകതയായിരിക്കും. പ്രകൃതിക്ക് മൊത്തം എങ്ങനെയാണ്? ഒരു മൂകതയാണ്. പക്ഷികൾ ആ സമയത്ത് പാടാറില്ല, അവരാടാറില്ല അല്ലെ? പക്ഷികളുടെ ഒച്ചയില്ല, ഒരു സൗണ്ടും ഇല്ല. പകല് നമ്മൾ എന്തോ ഒരു ഒച്ച എടുത്താലും ചിലപ്പോൾ ആരും കേൾക്കില്ല. പക്ഷെ നമ്മൾ സന്ധ്യാസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെറുതായിട്ടൊരു ഒച്ച എടുത്താൽ പോലും ചിലപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലോ അതിൽ അപ്പുറത്തെ വീട്ടിലോ ഒക്കെ എന്ത് ചെയ്യും? കേൾക്കും. എന്തുകൊണ്ടാണ്? നിശബ്ദമാണ്. പ്രകൃതി മൊത്തം എന്തുകൊണ്ടാണ്? നിശബ്ദമാണ്. ക്ഷിതി എന്ന് പറഞ്ഞാൽ ഈ ക്ഷിതി തന്നെ മരവിച്ച പോലെയായി എന്ന് പറഞ്ഞാൽ ക്ഷിതി എന്താ? ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമിക്കാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പക്ഷികൾ പാടിയില്ല ആടിയില്ല ഈ ക്ഷിതി തന്നെ മരവിച്ച പോലെയായി അല്ലെ? അപ്പൊ സന്ധ്യാസമയത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത വരി. അന്തിക്കകത്തുള്ള പള്ളി നിന്നുടൻ പൊങ്ങിയ നാണാമെന്ന ധീരമണീശ്വരം. അപ്പൊ എന്താണ്?
അപ്പൊ അടുത്തൊരു പള്ളിയിൽ നിന്ന് എന്താണ് നമുക്കറിയാം സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് പള്ളികളിൽ നിന്ന് മണിയടിക്കൂല. അപ്പൊ എന്താണ് ഓരോ സമയം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ നമ്മൾ കേൾക്കാറുണ്ട് പല സമയത്തും. ഇപ്പൊ അമ്പലങ്ങളിൽ നിന്ന് മണിയടി ശബ്ദം കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ പള്ളികളിൽ നിന്ന് ഓരോ പ്രാർത്ഥനാ സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, മണിയടി ശബ്ദം കേൾക്കാറുണ്ട്. അങ്ങനെ ഓരോ നമ്മുടെ വിശ്വാസപ്രകാരം നമുക്കറിയാം ഓരോ മതവിശ്വാസ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സമയത്തും എന്ത് ചെയ്യുന്നു, കേൾക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എവിടെ നിന്നാണ് കേൾക്കുന്നത്? അടുത്തൊരു പള്ളിയിൽ നിന്ന് എന്താണ് മണിയടി ശബ്ദമാണ് കേൾക്കുന്നത്. ഇനി പറയുന്നത് എന്താണ്, ആ ഒരു മണിയടി ശബ്ദത്തെ പറഞ്ഞുകൊണ്ടാണ് 2000-ഓളം ആണ്ടുകൾക്ക് അപ്പുറം ഉണ്ടായൊരു മഹാത്യാഗത്തെ ഇപ്പോഴും ആരെക്കുറിച്ചാണ് പറയുന്നത്? 2000-ഓളം ആണ്ടുകൾക്ക് അപ്പുറം ഉണ്ടായൊരു മഹാത്യാഗം ആരുടെയായിരുന്നു? നമ്മുടെ യേശുദേവന്റെ കുരിശുമരണമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒന്ന് ഒരു ഹൈഫൻ ഇട്ടിട്ട് അവിടെ എഴുതിക്കോളൂ. 2000-ഓളം ആണ്ടുകൾക്ക് അപ്പുറം ഉണ്ടായൊരു മഹാത്യാഗത്തെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെ ആ ലൈൻ ഇട്ടച്ച് ഒരു വരി ഇട്ടച്ച് എഴുതിക്കോ. യേശുദേവന്റെ കുരിശുമരണത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്ന ആ വരിയിൽ കേട്ടോ. യേശുദേവന്റെ കുരിശുമരണം. 2000-ഓളം ആണ്ടുകൾക്ക് അപ്പുറം ഉണ്ടായ മഹാത്യാഗം എന്താന്ന് ചോദിച്ചാൽ യേശുദേവന്റെ കുരിശുമരണമാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കുരിശുമരണം വരിച്ചത്? നിങ്ങൾക്കറിയാലോ, ലോകത്തിന്റെ പാപം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ, മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാലിറങ്ങി വരും ചില മാലാഖമാരാം വരം കണ്ട വെൺമുകിൽ തുണ്ടുകൾ. അത് ആ ലൈൻ ഒന്ന് നോക്കണേ. അപ്പൊ മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ. അപ്പൊ ആ സന്ധ്യാസമയം കഴിയുമ്പോൾ നമുക്ക് ആകാശത്ത് ചില മേഘങ്ങളൊക്കെ പല രൂപത്തിൽ നമുക്ക് തോന്നാം. മേഘത്തിൽ സന്ധ്യാസമയമാകുമ്പോ ആ സൂര്യപ്രകാശം സൂര്യനകത്താണ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആകാശത്തെ മേഘങ്ങളൊക്കെ പല രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം നോക്കി നിൽക്കുമ്പോ എന്താണ്, ഈ കുരിശിനെ മുത്താനായിട്ട് മാലാഖമാര് എന്താണ് ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണോ എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഓർക്കുകയാണ്. അപ്പൊ എന്താണ്, യേശുദേവന്റെ കുരിശുമരണത്തെയാണ്. അപ്പൊ എന്താണ്, ഈ പാപങ്ങളെ ഇല്ലാതാക്കാൻ കുരിശുമരണം മരിച്ച യേശുദേവനെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണം, സ്വർഗത്തിലുള്ള മാലാഖമാർ എന്ത് ചെയ്യാണ്, ഈ കുരിശിനെ മുത്തുവാനായിട്ട് ചുംബിക്കുവാനായിട്ട് എന്ത് ചെയ്യാണ്, ഇറങ്ങി വരികയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ വെൺമേഘത്തുണ്ടുകൾ ഇറങ്ങി വരുന്ന മാലാഖമാരായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിൽ നമുക്ക് ഏതായിട്ടാണ് കാണുന്നത്? നല്ല വെളുത്ത മേഘങ്ങളായിട്ടാണ്. കണ്ട വെൺമുകിൽ തുണ്ടുകൾ നമുക്ക് എന്തായിട്ടാണ് കാണുന്നത്? വെൺമേഘങ്ങളെ, വെളുത്ത മേഘങ്ങളായിട്ടാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആരായിട്ടാണെന്നാണ് കവി പറയുന്നത്? അത് മാലാഖമാരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങി വരുന്നത്? കുരിശിനെ ചുംബിക്കാനായിട്ട്. പാപം ഹരിച്ചു പാരിന് വിണ്ണേറുവാൻ പാത തെളിക്കും കുരിശേ ജയിക്കുക. അതൊന്നും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ പാപം ഹരിച്ചു പാരിന് വിണ്ണേറുവാനായിട്ട് പാത തെളിയിക്കുന്നത് ആരാന്ന് ചോദിക്കാം. ആരാണ്? കുരിശാണ് അല്ലെ. നമ്മൾ പഠിച്ചായിരുന്നു യേശുദേവന്റെ കുരിശുമരണം അല്ലെ. അപ്പൊ പാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനി അടുത്തത് അദ്ദേഹം ഒരു കാണുന്നൊരു കാര്യമാണ്. ഇത്രയും അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം അവിടെ നിൽക്കുമ്പോഴാണ് എന്ത് കാണുന്നത്? അപ്പൊ ഒരാള് മരിച്ച് എന്ത് ചെയ്യാണ്, പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, പള്ളിയിൽ ചിലപ്പം മണി അടിച്ചത് അല്ലെ. നമുക്ക് പള്ളിയിലേക്ക് ആളെ എത്തിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ മണിയടിക്കുന്ന ഒരു ശബ്ദം. അപ്പൊ അദ്ദേഹം കാണുകയാണ്, വഴിവെക്കി തന്നെ അദ്ദേഹം നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പെട്ടെന്ന് ഒരു കാര്യം കാണുന്നത്. എന്തോ നോക്കിയേ, ആ വഴിവെക്കിൽ അപ്പോഴൊരു ദരിദ്രന്റെ നിർജീവമാം ദേഹം അടക്കിയ പെട്ടിപോയി. അപ്പൊ അദ്ദേഹം നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു പാവപ്പെട്ട ആളാണ്, ഒരു ദരിദ്രനാണ് മരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശവപ്പെട്ടി ഇങ്ങനെ എന്ത് ചെയ്യാണ്, പള്ളിയിലേക്ക് സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ഇല്ല പൂവർഷം വിഷാദം കിടന്നല തല്ലുന്ന പൈതലിൻ കണ്ണുനീരെന്നിയെ. അപ്പൊ അവിടെ എന്താണ്, അവിടെ പൂവർഷമൊന്നും ഇല്ല. നല്ല പണമുള്ള ആളാണ് മരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ആ ശവപ്പെട്ടിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, ഈ ശവമഞ്ചം എന്ത് ചെയ്യുക, സംസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ എന്താണ്, ഇതൊന്നും ഇല്ല. അവര് ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ഒരു എന്ത് ചെയ്തു, ശവപ്പെട്ടി വാങ്ങിച്ചു. അതിനകത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ആക്കിയിട്ട് എന്ത് ചെയ്യണം, പള്ളിയിലേക്ക് സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ പൂവർഷമായിട്ട് എന്താണ് പറയുന്നത്, ആ മകന്റെ കണ്ണുനീര് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണിൽ നിന്ന് എന്ത് ചെയ്യണം, ഒഴുകുകയാണ്. അത് മാത്രമേ ഉള്ളൂ പൂവർഷമായിട്ട് അദ്ദേഹത്തിന്റെ അകമ്പടിയായിട്ട് എന്ത് ചെയ്യാനായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്ത വല്ലഭ തന്നെ നെഞ്ചിടിപ്പെന്തിയെ. അപ്പൊ അവിടെ
അല്ലാതെ ഇപ്പൊ ഇച്ചിരി സാമ്പത്തികമുള്ള ആളുകളാണ് പള്ളിയിലേക്ക് പോകുമ്പോ പാട്ട് അല്ല അങ്ങനെയൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അങ്ങനെയൊക്കെ ആയിരിക്കും പോവുക അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള സൗണ്ടുകളോ പെരുമ്പറയോ അങ്ങനെ ഒന്നും ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഭാര്യയുടെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഭർത്താവ് മരിച്ചുപോയി, ഇനി നാളെ എങ്ങനെയാണ് അല്ലെ, ഒറ്റയ്ക്കായി പോയി, അങ്ങനെയുള്ള അവരുടെ സങ്കടത്തിന്റെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? കേൾക്കാനായിട്ട് പറ്റുന്നുള്ളൂ. തറച്ചിതൻ കണ്ണില പെട്ടിമേൽ നിന്നു മാറാക്ഷരം ഇന്നു ഞാൻ നാളെ നീ. അപ്പൊ അദ്ദേഹം എവിടെയാ കാണേണ്ടത്? ഇന്നു ഞാൻ നാളെ നീ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ശവപ്പെട്ടിയിലാണ്. അപ്പൊ ശവപ്പെട്ടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അതാണ് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് എന്ത് ചെയ്ത് തറച്ചത്? എന്താണ്? ഇന്നു ഞാൻ നാളെ നീ. ഇന്ന് ഞാനാണെങ്കിൽ നാളെ ആരാണ്? നീയാണ്. അതൊരു സത്യമായ കാര്യമാണ് അല്ലെ. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മൾ എപ്പോഴും അടുത്ത നിമിഷം എങ്ങനെ ജീവിച്ചിരിക്കുക അല്ലെ, അതിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പ്രതീക്ഷകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. പക്ഷേ മരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു സത്യമാണ് അല്ലെ. അപ്പൊ ആ ശവപ്പെട്ടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ നാളെ ആരാണ്? നീയാണ്. ഒന്ന് നടുങ്ങി ഞാനാ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണ് ഇപ്പോഴും. അപ്പൊ എന്താണ്? ഞാൻ ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? പെട്ടെന്നൊന്ന് നടുങ്ങിപ്പോയി അല്ലെ. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മൾ കാണുമ്പോ എന്താണ്? നമുക്കൊരു നടുക്കം തോന്നാം. ഞാൻ ആ നടുക്കം തന്നെ മിന്നും മുടുക്കളിൽ ദൃശ്യമാണ് ഇപ്പോഴും. അപ്പൊ അദ്ദേഹം, നമ്മുടെ ജി ശങ്കർകുറുപ്പ് ഈ വാക്യം കണ്ടൊന്ന് നടുങ്ങിപ്പോയി. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആകാശത്തിലേക്ക് നോക്കിയപ്പോ ആരും നടുങ്ങി നിൽക്കുകയാണ്? നക്ഷത്രങ്ങൾ. മിന്നും ഉടുക്കൾ. എന്താണ്? മിന്നുന്ന നക്ഷത്രങ്ങൾ. ഉടു എന്താ? ഉടു മിന്നും ഉടു. ഏറ്റവും ലാസ്റ്റത്തെ ലൈൻ കണ്ടോ അണ്ടർലൈൻ ചെയ്തത്? മിന്നും ഉടു ആണ്. ആണ് കേട്ടോ. ഉടു. മുടു എന്ന അവിടെ കൂട്ടി കൊടുത്തേക്കുന്നുണ്ട്. ഉടു ആണ്. ഉടു. ഉടു എന്ന് പറഞ്ഞ എന്താണ്? നക്ഷത്രങ്ങളെയാണ്. അപ്പൊ നക്ഷത്രം. അപ്പൊ എവിടെയാണ് നടുക്കം ഉണ്ടായത്? എവിടെയാന്ന് ചോദിക്കാം. മിന്നുമുടുക്കളിൽ ദൃശ്യമാണ് ഇപ്പോഴും. എന്താണ്? നടുക്കമാണ് കേട്ടോ. വൺ വേർഡ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ആ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. പേജ് നമ്പർ 192 ആസന്ന മൃത്യുവായി ശ്വാസം ആഞ്ഞു വലിക്കുന്നതായി കവി സങ്കല്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? അപ്പൊ നോക്കിയേ, മരണം പ്രതീക്ഷിച്ച് കിടക്കുന്നയാൾ ഊർദ്ധശ്വാസം വലിക്കുന്നത് പോലെ, അന്ത്യശ്വാസം വലിക്കുന്നത് പോലെ കാറ്റ് ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നു? ആഞ്ഞു വീശുന്നു അല്ലെ. ആ ഒരു വീശുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ. അപ്പൊ കാറ്റിനെയാണ് മരണം അടുത്ത ആസന്ന മൃത്യുവായി ശ്വാസം ആഞ്ഞു വലിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നത്? കവി സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഒറ്റ കാര്യം ഓർത്താൽ മതി. ആസന്ന മൃത്യുവായി ശ്വാസം ആഞ്ഞു വലിക്കുന്ന ആരാന്ന് വെച്ചാൽ ആരാണ്? കാറ്റാണ്. അത്രയൊന്ന് ഓർത്തു വെച്ചേക്കുക. രണ്ടാമത്തെ, അന്തരിച്ച പകലിന്റെ ശവം ചുമക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ആരാണ്? 4 ദിക്കുകളാണ്. എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു മാർക്കിന് ചോദിക്കുകയാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അന്തരിച്ച പകലിന്റെ ശവം ചുമക്കാനായിട്ട് നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാല് ആരാണ്? 4 ദിക്കുകളാണ്. പിന്നെ അത് 2 മാർക്കിന് ചോദിക്കുകയാണ്. നമ്മൾ ഇത്ര എഴുതണം. അന്തരിച്ച പകലിന്റെ ശവം ചുമക്കാൻ വർദ്ധിച്ച മൗനവുമായി നിൽക്കുന്ന 4 ദിക്കുകളാണ് എന്ന് എഴുതുക കേട്ടോ. പകൽ മാറി സന്ധ്യ കടന്നു വരുന്നത് എല്ലാ ദിക്കുകളിലും എങ്ങനെയാണ്? ഒരുപോലെയാണ്. സന്ധ്യാസമയം 4 ദിക്കുകളിൽ എങ്ങനെയാണ്? ഒരുപോലെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2000ഓളം ആണ്ടുകൾക്കപ്പുറം ഉണ്ടായ മഹാത്യാഗം എന്ന് കവി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? യേശുദേവന്റെ കുരിശുമരണത്തെയാണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞു പോയതാണ്. അടുത്തത്, കുരിശിനെ ചുംബിക്കാനായി അടുത്തു വരുന്ന മാലാഹമാർ എന്ന് കവി ഭാവന ചെയ്യുന്നത് ആരെയാണ്? കുരിശിൽ ചുംബിക്കാനായി ആകാശത്തിൽ നിന്നും താണെത്തുന്ന മാലാഹമാരായിരിക്കാം തന്റെ കണ്ണിൽപ്പെടുന്ന വെള്ളമേഘങ്ങൾ എന്ന് കവി സങ്കല്പിക്കുന്നു. നമുക്ക് ആകാശത്തിലെ സന്ധ്യാസമയമാകുമ്പോൾ ഇരുട്ട് പരക്കുന്ന അല്ലെങ്കിൽ സൂര്യനെ താഴുന്ന സമയത്ത് നമുക്ക് ആകാശത്തിലേക്ക് നോക്കിയാലും നമുക്ക് പല പല രൂപങ്ങൾ കാണാം അല്ലെ. ഇനി ഇടയ്ക്കൊന്ന് നോക്കുക, നമുക്ക് പല രൂപങ്ങളെ ഷേപ്പുകളൊക്കെ എന്ത് ചെയ്യാം? ഈ മേഘങ്ങളുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കുരിശെ ജയിക്കുക എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? യേശുദേവൻ എന്ത് ചെയ്യുന്നത്? കുരിശ് വരിക്കാനായിട്ട് തയ്യാറായത്. അപ്പൊ പാപപരിഹാരത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വർഗലോകം പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം യേശുദേവൻ കുരിശിനെ സ്വീകരിച്ചതെന്ന് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ കുരിശെ ജയിക്കുക എന്ന് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്?
അതാണ്. അപ്പൊ നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ഇന്നും നക്ഷത്രങ്ങളിൽ ദൃശ്യമാകുന്ന നടുക്കം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇന്നു ഞാൻ നാളെ നീ. ആ ചോദ്യം 2 രീതിയിൽ ചോദിക്കൂ കേട്ടോ. ഇന്നു ഞാൻ നാളെ നീ എന്ന 6 അക്ഷരം കവിയുടെ കണ്ണിൽ പതിഞ്ഞു, അല്ലെ കണ്ണിൽ പതിഞ്ഞു എന്നല്ലാതെ തറച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു, നടുങ്ങിപ്പോയി ആ വാക്യം കണ്ടുകൊണ്ട്. അപ്പൊ ആ കവി ആകാശത്തിലേക്ക് നോക്കിയപ്പോ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാണ്, നടുങ്ങി പോവുകയാണ്. മരണം സൃഷ്ടിക്കുന്ന ആഘാതം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മരണം എന്ന് പറഞ്ഞാൽ അത് എന്താണ്, സൃഷ്ടിക്കുന്ന ആഘാതം എല്ലാവർക്കും ഒരുപോലെയാണ്, അല്ലെ? അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്താണ്, വിഷമാണ്. നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ എന്താണ്, നമുക്ക് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ആകസ്മികമായിട്ടൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമുക്ക് എന്താണ്, പെട്ടെന്ന് നമ്മൾ നടുങ്ങി വിറച്ച്, അല്ലെ, ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കുറച്ചു നേരത്തേക്ക് എങ്ങനെയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെയാണ് നക്ഷത്രങ്ങൾ എന്ത് ചെയ്തു, നടുങ്ങിപ്പോയി. അടുത്തത് വിൺപെട്ടി എന്ന സങ്കല്പത്തിന് കവി ഇണക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിൺപെട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനാ ഉദ്ദേശിക്കുന്നത്? ആകാശത്തെയാണ്, അല്ലെ? ആകാശത്തിലെ നക്ഷത്രങ്ങളാകുന്ന രത്നം പതിച്ച പട്ടു തുണി കൊണ്ട് ആകാശമാകുന്ന ശവപ്പെട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്, അലങ്കരിച്ചിരിക്കുകയാണ്, അല്ലെ? ആ നക്ഷത്രങ്ങളാകുന്ന രത്നങ്ങൾ ഏതിലാണ്? പട്ടു തുണികളിൽ. ആകാശത്തിന്റെ നീല നിറത്തെ ഏതാണ്? പട്ടുതുണിയായിട്ടാണ് കാണുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ആകാശം എന്ത് ചെയ്തിരിക്കുകയാണ്, അലങ്കരിച്ചിരിക്കുകയാണ്. ആകാശത്തു നിന്ന് പള്ളി മുഖപ്പിലേക്ക് ഇറങ്ങി വരുന്ന മേഘങ്ങളെ ആരായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്? ആരാണ്? മാലാഖമാരായിട്ടാണ്, അല്ലെ? മാലാഖമാരാണ്. പക്ഷെ നമ്മുടെ കണ്ണുകളിൽ നമുക്ക് എന്തായിട്ടാണ് കാണുന്നത്? വെൺമേഘങ്ങളായിട്ട്, വെളുത്ത മേഘങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ദരിദ്രന്റെ ശവമെടുപ്പ് യാത്രയ്ക്ക് പുഷ്പവൃഷ്ടി ഒരുങ്ങുന്നത് എങ്ങനെയാണ്? അപ്പൊ എന്താണ്, നമ്മളിപ്പോ പറഞ്ഞോളൂ, ഒരു ദരിദ്രനാണ് മരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയില് പൂവർഷമൊന്നുമില്ല, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടില്ല, ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തെ ഒരു ശവപ്പെട്ടിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, അടക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം മകന്റെ കണ്ണുനീരാണ് ഏതായിട്ട് വരുന്നത്? പൂവർഷമായിട്ട് വരുന്നത്. പിന്നെയോ പെരുമ്പറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും ഇല്ല, സൗണ്ടുകളൊന്നും ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഭാര്യയുടെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം മാത്രമേ അവിടെ ഉള്ളൂ. വേറെ ഒന്നും എന്ത് ഈ ശവമഞ്ചത്തിന് അകമ്പടിയായിട്ട് ഒന്നുമില്ല. പിന്നെ 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ട്. ഈ ക്ഷിതി തന്നെ മരവിച്ച പോലെയായി, അല്ലെ? ക്ഷിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമി എന്ന് നാം പറഞ്ഞായിരുന്നു. നിഴലുകൾക്ക് നീളം വെക്കുക എന്ന് പറഞ്ഞ സമയം എന്തായി? സന്ധ്യയായാലും അന്ത്യസമയമായി, അല്ലെ? അങ്ങനെയുള്ള അന്ത്യസമയത്ത് പാതയോരത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലെ? വൃക്ഷത്തിന്റെ ഇലകൾ കൊഴിയുന്നു, അനങ്ങാൻ നിൽക്കുന്ന കാറ്റ് ഇടയ്ക്കിടയ്ക്ക് ആസന്ന മരണനെ പോലെ എന്ത് ചെയ്യുന്നു? ആഞ്ഞു വലിക്കുന്നു. പകലിന്റെ ശവം ചുമക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? 4 ദിക്കുകൾ തയ്യാറായിട്ട് നിൽക്കുന്നു. ശവപ്പെട്ടിയിൽ പകലിന്റെ പുത്രിയായ അന്തി എന്ത് ചെയ്യുന്നു? ചുംബനം നൽകുന്നു. രണ്ടറ്റവും കാണാനാവാത്ത പെരുവഴി പോലെയുള്ള ജീവിതത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു? കവി തനിച്ച് നിൽക്കുന്നു. പക്ഷികൾ പാടിയില്ല, ആടിയില്ല. സമസ്തവും എന്ത് ചെയ്യുന്നു? ഈ ഭൂമി തന്നെ മരവിച്ച പോലെയായിട്ട് എന്ത് ചെയ്യുന്നു? കവിക്ക് അനുഭവപ്പെടുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വൺവേഡുകൾ അതിൽ നിന്നും കിട്ടും കേട്ടോ. ഇനി അടുത്തത് ഭാവഗീതത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിച്ചോ. ചിലപ്പം 2 മാർക്കിന് ചോദിക്കാൻ ചിലപ്പോ. ഭാവഗീതം എന്ന് പറയുന്നത് എന്താണ്? കവിതയിൽ ഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഏകാഗ്രമായി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? ഭാവഗീതം. ഭാവഗീതം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ കവിതയ്ക്ക്, അല്ലെ, ഭാവഗീതം. അപ്പൊ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ഒരേ ലെവലിലായിരിക്കും എന്ത് ചെയ്യുക, ഈ കവിത എഴുതിയിട്ടുണ്ടായിരിക്കുക. പിന്നെ അതുപോലെ ഹ്രസ്വമായിരിക്കും. സങ്കീർണത അല്പം പോലും ബാധിക്കാതെ താളാത്മകമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഭാവഗീതത്തിന്റെ രചന. പിന്നെ എന്താണ് ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയുടെ സന്ദേശം വിലയിരുത്തുക, അല്ലെ? അപ്പൊ ആ ഒരു കവിതയെ കുറിച്ച് എന്താണ് ചെറിയൊരു വിവരണം, അല്ലെ? ഇപ്പൊ എസ്സേ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ എഴുതാം, അതിന്റെ വിവരണം എഴുതാം, ലാസ്റ്റ് 2-3 പാരഗ്രാഫ് ഒക്കെ തിരിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എസ്സേ പൂർത്തിയായി. ഇപ്പൊ മലയാളത്തിനാണെങ്കിലും നമുക്ക് ഈ പ്രാവശ്യം തൊട്ട് എന്താണ് എളുപ്പമുണ്ട്. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വൺ വേർഡ് ഒരെണ്ണം എഴുതിയാൽ 1 മാർക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കും. അപ്പൊ അത്രയാണുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു കവിതയും കൂടെ നോക്കാം.
22ാമത്തെ പാഠമാണ് കേട്ടോ. 21 നമുക്കില്ല പഠിക്കാനായിട്ട്. അന്തിത്തിരി, പേജ് നമ്പർ 200 ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പാഠാപഗ്രഥനം നമുക്ക് നോക്കാം. പേജ് നമ്പർ 202 ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നീ മഹാകവിത്രങ്ങൾക്ക് ശേഷം കവിതയിൽ ശ്രദ്ധേയരായത് ജി ശങ്കരക്കുറുപ്പ്, ബാലാമണി അമ്മ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വൈലോപ്പള്ളി ശ്രീധര മേനോൻ, പി കുഞ്ഞിരാമൻ നായർ, NV കൃഷ്ണവാര്യർ തുടങ്ങിയ കവികളാണ്. ഈ കാലഘട്ടത്തിലാണ് മലയാള കവിത കാൽപ്പനികതയിൽ നിന്നും റിയലിസത്തിലേക്ക് കടക്കുന്നത്. ഇടപ്പള്ളിയുടെയും ചങ്ങമ്പുഴയുടെയും സമകാലികരായിരുന്നു ഇടശ്ശേരിയും. കാൽപ്പനികതയ്ക്ക് കവിതയില് വളക്കൂറുണ്ടാക്കി. ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യവും നൈർമല്യവും ഇടശ്ശേരി കവിതകളുടെ മുഖമുദ്രകളാണ്. ഗ്രാമത്തിന്റെ വിശുദ്ധിയോടൊപ്പം മാതൃപുത്ര ബന്ധം, സഹോദരി സഹോദര ബന്ധം, ദേശീയ ബോധം, മതസഹിഷ്ണുത, കൃഷി, കർഷക തൊഴിലാളികൾ എന്നിങ്ങനെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അദ്ദേഹത്തിന്റെ കവിതകളിൽ എന്ത് ചെയ്യുന്നു, ഇടം പിടിച്ചിട്ടുണ്ട്. ഇടശ്ശേരി വാർദ്ധക്യദശയിൽ എഴുതിയ കവിതയാണ് അന്തിത്തിരി. തന്റെ സായംകാലം സമീപിക്കാറായി എന്ന സൂചന ഈ കവിതയിലുണ്ട്. കേരളത്തിലെ അന്തിത്തിരി വെക്കുക, സന്ധ്യാദീപം തെളിയിക്കുക എന്ന ആചാരാനുഷ്ഠാനത്തോട് ബന്ധപ്പെടുത്തി വെളിച്ചം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെ ആവിഷ്കരിക്കുകയാണ് അന്തിത്തിരി എന്ന കവിതയിൽ. സൂര്യന്റെ വെളിച്ചം മറയുന്നതിന് മുമ്പ് സൂര്യപ്രകാശത്തിന്റെ തേജസ്സിന്റെ കിരണം തിരിയിൽ തെളിയിക്കുക എന്നതാകാം ഈ ആചാരത്തിന്റെ അന്തസത്ത. ഇടശ്ശേരി കവിതയിൽ ഉടനീളം കാണുന്ന നാടകീയമായ ആഖ്യാനം അന്തിത്തിരിയെയും മനോഹരമായ കാവ്യാനുഭവമാക്കി മാറ്റുന്നു. അപ്പൊ എന്താണ്, നമ്മൾ സന്ധ്യാസമയത്ത് സന്ധ്യാദീപം തെളിയിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ അന്തിത്തിരി എന്ന് പറഞ്ഞ കവിത എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ വാർദ്ധക്യ ദശയില് എഴുതിയൊരു കവിതയാണ് എന്ന് പറയാ, അന്തിത്തിരി എന്ന് പറയാ അല്ലെ. അപ്പൊ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയാണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു കവിതയിൽ എന്താ പറയുന്നത്, നമ്മുടെ സൂര്യഭഗവാനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. സൂര്യൻ എന്ത് ചെയ്യാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഏതിലാണ്, കുതിരകൾ വലിക്കുന്ന തേരിലാണ് എന്ത് ചെയ്യുന്നത്, കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് എന്ത് ചെയ്യാ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ത്, സങ്കല്പം അല്ലെ. അപ്പൊ ആ സങ്കല്പത്തില് അദ്ദേഹത്തിന്റെ കുതിരകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, സൂര്യനും തളരും, കുതിരകളും എന്ത് ചെയ്യും, തളർന്നു പോകും. അപ്പൊ ഈ നമുക്കറിയാം, നമ്മൾ നിർത്താതെ ഇങ്ങനെ ഓടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഭൂമിയിൽ വെളിച്ചം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കിഴക്ക് നിന്ന് രാവിലെ കിഴക്കുദിക്കുന്നു, വൈകുന്നേരം എവിടെ ചെല്ലുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ സൂര്യഭഗവാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ വൈകുന്നേരമായി. അപ്പൊ ഏതെങ്കിലും ഒരു വീട്ടിൽ അഭയം ചോദിക്കാം. അദ്ദേഹത്തിന്റെ കുതിരകളൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്, തളർന്ന അവശരായി എന്ത് ചെയ്യുന്നു, രക്തം തുപ്പിയിട്ട് എന്ത് ചെയ്യണം, രക്തം ഛർദ്ദിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ അതുപോലെ അവശരായി പോയി. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത്, നമ്മുടെ രാവിലെ കിഴക്കുദിക്കും നമ്മുടെ സൂര്യഭഗവാൻ എന്ത് ചെയ്യണം, നമ്മുടെ വീടുകളിലേക്ക് വരുന്നതാണ്. അപ്പൊ വീടുകളിലേക്ക് അഭയം ചോദിച്ചു വരുന്നതും അവിടെ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ ഒഴിവാക്കുന്നതും, ഒരു മുത്തശ്ശിയോട് ചെന്ന് അഭയം ചോദിക്കുന്നു, യുവതിയോട് ചെന്ന് അഭയം ചോദിക്കുന്നു, ഒരു ബാലികയോട് ചെന്ന് അഭയം ചോദിക്കുന്നു. അപ്പൊ അവര് ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് സൂര്യഭഗവാനെ കാണുന്നത് അല്ലെ, അഭയം കൊടുക്കുന്നത് എങ്ങനെയാണ്, ഒക്കെയാണ് നമുക്ക് ഈ കവിതയ്ക്കകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് കവിതയിലേക്ക് വരാം. അപ്പൊ സൂര്യനെ ഒരു ബ്രാഹ്മണനായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ബ്രാഹ്മണന്റെ ഒരു ജീവിത രീതികളും അതുപോലെ പൂണൂലിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട്, നമ്മുടെ സൂര്യഭഗവാന് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. അന്നൊരു നാളിലെ സൂര്യനകാലമേ അന്തിക്കടൽക്കര ചെന്നു. അപ്പൊ എന്താണ്, കിഴക്ക് നിന്ന് അദ്ദേഹം എവിടെ എത്തി, കടൽക്കര ചെന്നു. അവിടെയാണല്ലോ സൂര്യന് അസ്തമിക്കുന്നത്. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്യണം. എവിടെ ചെന്നു, സൂര്യഭഗവാൻ എവിടെയാണ് ചെന്നിരിക്കുന്നത്, കടൽക്കരെ എത്തി നിൽക്കുകയാണ്. ഏറെ എന്ന് ഓടിയ പച്ചക്കുതിരകൾ ചോര തുപ്പിയിട്ട് കിടന്നു. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ കുതിരകൾ എന്ത് ചെയ്തു, ഈ തേരി വലിച്ച കുതിരകൾ എന്ത് ചെയ്യാണ്, ഏറെ അന്ന് ഓടി ഓടി അവരെന്ത് ചെയ്തു, പച്ചക്കുതിരകൾ എന്ത് ചെയ്തു, അവര് മടുത്ത് എന്ത് ചെയ്തു, ചോര തുപ്പിയിട്ട് കിടന്നു. അത് എന്താണ്, നമ്മൾ സന്ധ്യാസമയമാകുമ്പോൾ നമ്മുടെ പടിഞ്ഞാറ് വശത്ത് എന്താണ്, ഒരു ചുമപ്പ് പടരുന്ന് കണ്ടിട്ടില്ലേ നമ്മള്, ഒരു ഇരുട്ട് വ്യാപിക്കുന്ന ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ ഒരു അസ്തമയ സമയമാകുമ്പോൾ പടിഞ്ഞാറ് വശത്ത് നമുക്ക് കാണാൻ കഴിയും, നല്ല ചുമന്നിരിക്കും സൂര്യനും ഒരു കുറെ മേഘങ്ങളും ഒരു സൈഡിലുള്ളത് കണ്ടിട്ടില്ലേ. ഇപ്പൊ ഏതായിട്ടാണ് കവി പറയുന്നത്, സൂര്യന്റെ കുതിരകൾ എന്ത് ചെയ്യാണ്, ഓടി ഓടി മടുത്ത് അവർ എന്ത് ചെയ്താണ്, ചോര തുപ്പിയിട്ട്
കിടക്കുന്നതാണ് നമുക്ക് എന്തായിട്ട് കാണുന്നത്? സൂര്യന്റെ കുതിരകളാണ് അവിടെ ചോര തുപ്പിയ ആ ചോരയുടെ കളറാണ് നമ്മൾ കാണുന്നത് അല്ലെ? ആദ്യത്തെ വീട്ടിലെ പൂമുഖത്തിണ്ണയിൽ മുത്തശ്ശിയെ കണ്ടു ദേവൻ. അപ്പൊ എന്ത് ചെയ്യാണ്? സൂര്യന് മടുത്തു, കുതിരകളെ കൊണ്ട് ഓടാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരു വീട്ടിൽ അഭയം ചോദിക്കാന്ന് ഓർത്ത് അദ്ദേഹം ആദ്യം എന്ത് ചെയ്യാണ്? ഒരു മുത്തശ്ശി അവിടെ ചെന്ന് എന്ത് ചെയ്യാണ്? ആദ്യത്തെ വീട്ടിലെ പൂമുഖത്തിണ്ണയിൽ മുത്തശ്ശിയെ കണ്ടു. അപ്പൊ ആ മുത്തശ്ശിയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? സൂര്യഭഗവാൻ കാണുന്നത്. അന്തിക്ക് വന്നു വശായി കുറച്ചിടമൻ തല ചായ്ക്കാൻ തരുമോ? അപ്പൊ എന്താണ്? മുത്തശ്ശിയോട് ഇരക്കുകയാണ്. അല്ലെ, അദ്ദേഹം എന്താ ചോദിച്ചേ? അന്തിക്ക് വന്നു വശായി, ഞാൻ ഇവിടെ വന്നു പോയല്ലോ, സന്ധ്യാസമയമായി, എനിക്കിനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ്? കുറച്ചിടം എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തരാമോ, ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് കിടക്കാനായിട്ട് സ്ഥലം തരാമോ എന്ന് ചോദിക്കുകയാണ് സൂര്യഭഗവാൻ. സൂര്യഭഗവാന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും പ്രകാശമാണ് അല്ലെ, എപ്പോഴും പ്രകാശമാണ്. പാടില്ല പാടില്ല നീ ഇങ്ങു നിൽക്കുകയിൽ പാലില്ല എങ്ങ് ചേക്കേറും. എന്താ പറഞ്ഞേ? ആ മുത്തശ്ശി എന്താ പറഞ്ഞേ? പറ്റത്തില്ല, നിനക്ക് ഇവിടെ അഭയം തരാൻ പറ്റത്തില്ല, നീ ഇവിടെ തന്നെ ഇങ്ങനെ നീ പോകാതെ നിന്ന് കഴിഞ്ഞാല് ഇവിടെ ഉള്ള ഇരുട്ട് ഇനി എങ്ങോട്ട് പോകും അല്ലെ? എന്നും എന്നോട് അഭയം ചോദിച്ച് വൈകുന്നേരം വരുന്ന ആരാണ്? ഇരുട്ടാണ്. അപ്പൊ ഈ ഇരുട്ടിനി എങ്ങോട്ട് പോകും? നീ ഇവിടെ നിന്നാൽ ഇരുട്ടിന് വരാൻ പറ്റുമോ അല്ലെ? അപ്പൊ ഇവിടെ ഒരു മനുഷ്യനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇരുട്ടിനെയും സൂര്യനെയൊക്കെ എന്ത് ചെയ്യുന്നത്? കവി സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെ? പാടില്ല തൂവെളിച്ചത്തിന് വേണ്ടി ഞാൻ പാരമ്പര്യങ്ങളെ തള്ളാൻ. അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്ത ആ ലൈന്, പാടില്ല തൂവെളിച്ചത്തിന് വേണ്ടി ഞാൻ പാരമ്പര്യങ്ങളെ തള്ളാൻ. ഇപ്പൊ എന്താ പറഞ്ഞേ? എനിക്ക് സൂര്യപ്രകാശത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ പാരമ്പര്യങ്ങളെ തള്ളിക്കളയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പൊ മുത്തശ്ശി പ്രായമായ ആളാണ്. അപ്പൊ എന്താണ്? വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസങ്ങളെ ഒന്നും തെറ്റിക്കാനായിട്ട് ആ മുത്തശ്ശിക്ക് കഴിയില്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? വേണ്ട വേണ്ട, നിന്റെ ഈ വെളിച്ചത്തിന് വേണ്ടിയൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ ഇരുട്ടിന് അഭയം കൊടുക്കുന്ന എന്നും ഞാൻ കൊടുക്കുന്നതാണ്. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്റെ പാരമ്പര്യങ്ങളെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിനക്ക് ഇവിടെ അഭയം തരാനായിട്ട് സാധിക്കില്ല. അപ്പൊ പാടില്ല തൂവെളിച്ചത്തിന് വേണ്ടി പാരമ്പര്യങ്ങളെ തള്ളാൻ ആരാ പറഞ്ഞത്? മുത്തശ്ശിയാണ് കേട്ടോ. ഇനി അടുത്ത ഇതിലേക്ക് നോക്കുമ്പോൾ, ഇത്തിരി ചൊന്ന മുഖം കുനിച്ച് അദ്ദേഹം ചിത്രകവാടം കടന്നു. അപ്പൊ എന്താണ്? അവിടുന്ന് അദ്ദേഹം വളരെ ദുഃഖിതനായിട്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. തെക്കിനി തിണ്ണയിൽ ഈറൻ പകരുന്ന മുദ്ദാങ്കിനിയോട് ചോദിച്ചു, അന്തിക്ക് വന്നു വശായി കുറച്ചിടമൻ തല ചായ്ക്കാൻ തരുമോ? അപ്പൊ എന്താണ്? അപ്പൊ അവിടെ ഒരു തെക്കിനിയിൽ, അപ്പൊ ഒരു നാലുകെട്ട് പോലത്തെ വീടായിരിക്കാം. അപ്പൊ എന്താണ്? ആ തെക്കിനി തിണ്ണയില് എന്ത് ചെയ്യണം? ഒരു സുന്ദരിയായ യുവതി എന്ത് ചെയ്തിരിക്കുകയാണ്? ഈറൻ, വൈകിട്ട് കുളിയെ കഴിഞ്ഞ് ഈറൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അദ്ദേഹം ചോദിക്കുന്നത്, യുവതിയോട് ചോദിക്കുക, അന്തിക്ക് വന്ന് വശായി കുറച്ചിടമൻ തല ചായ്ക്കാൻ തരാമോ? അപ്പൊ എന്താ ചോദിക്കുന്നേ? ഞാൻ സന്ധ്യക്ക് ഇവിടെ വന്നു പോയി, എനിക്ക് എന്റെ എനിക്ക് ഇന്ന് ഇവിടെ ഈ വീട്ടിലൊന്ന് അഭയം തരാവോ, എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തരാവോ? അപ്പൊ എന്താണ്? സ്വസ്തിക കൊണ്ട് ഉത്തരീയം ധരിച്ചിത്തിരി നാണിച്ചു ചൊല്ലി. അപ്പൊ അവളെന്താണ്? പെട്ടെന്ന് ഈ സൂര്യൻ വന്നത് അവൾ കണ്ടില്ല. അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോ എന്ത് ചെയ്താണ്? വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഉത്തരീയം എടുത്ത്, എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് പെട്ടെന്ന് എടുത്ത് ഷോള് പോലെയൊക്കെ എന്ത് ചെയ്യണം, പെട്ടെന്ന് ധരിച്ചു. അപ്പൊ പിന്നെ എന്താണ് പറയാ? ഇച്ചിരി നാണത്തോടെ അവൾ എന്താ പറഞ്ഞത്? നീയുങ്ങ് നിൽക്കുക നീരവ ശാന്തമം നീല നിശീതം വരികയിൽ എന്നോട് ജീവനാഥൻ എത്തുകയില്ല. അപ്പൊ എന്താണ് പറയുന്നത്? സൂര്യഭഗവാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല? ഇരുട്ട് പരക്കില്ല. ഇരുട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയുള്ളൂ. അപ്പൊ എങ്കിലെന്തിനും ഞാൻ കേദിനി ഗന്ധിയായി പൂമ്പട നിവർത്തി, ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലെ, അദ്ദേഹം വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ ഭർത്താവ് വരില്ല. പിന്നെ ഞാൻ എന്തിനാണ് കുളിച്ച് സുന്ദരിയായിട്ട് ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ ഈ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നീ ഇവിടെ നിൽക്കുകയാണ്, അദ്ദേഹം വരില്ല. പിന്നെ ഞാൻ എന്തിനാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇരിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് നിനക്ക് എന്ത് തരാൻ പറ്റില്ല, ഇവിടെ അഭയം തരാനായിട്ട് കഴിയില്ല അല്ലെ? ഇരുട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജോലിക്ക് പോയ ഭർത്താവ് തിരിച്ച് വരികയുള്ളൂ. ഇത്തിരി കൂടി തളർന്നു പോയ ദേവൻ മർത്യരാശി പതിരിട്ടു. അപ്പൊ എന്താണ് ചോദിക്കുന്നത്? അതൊന്നും അണ്ടർലൈൻ ചെയ്യൂട്ടോ. ഇത്തിരി കൂടി തളർന്നു പോയ ആ ദേവൻ മർത്യരാശി പതിരിട്ടു. അപ്പൊ എന്താ മർത്യരാശി പതിരിട്ടു എന്ന് ചോദിച്ചാൽ എന്താണ്? മർത്യർക്ക് ഇരുട്ടിനോടാണോ കൂടുതൽ താല്പര്യം എന്നാണ്. മർത്യരാശി കൂടുതൽ താല്പര്യം ഏതിനോടാണ്? ഇരുട്ടിനോടാണോ എന്നാണ് ആ ഒരു വരിയുടെ അർത്ഥോട്ട. മർത്യ രാശി പതിരിട്ടു എന്ന് ചോദിച്ചാൽ എന്താണ്? മർത്യർക്ക് കൂടുതൽ താല്പര്യം ഇരുട്ടിനോടാണോ?
മാറത്തെ മൂവിഴൽ നൂലിൽ വരംവിരൽ 4-5 വട്ടം ചലിപ്പിച്ചു. അണ്ടർലൈൻ ചെയ്യുന്നത് ആരാണ്? സൂര്യഭഗവാനാണ്. മാറത്തെ മൂവിഴ നൂല് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂണൂലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂവിഴ നൂല് എന്ന് പറഞ്ഞാൽ ഏതാണ്? പൂണൂലാണ്. ബ്രാഹ്മൺസ് അവര് ധരിക്കുന്ന പൂണൂല് കണ്ടിട്ടുണ്ടല്ലോ, അതാണ്. അപ്പൊ എന്താണ്? അദ്ദേഹം വലം വിരൽ കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? 4-5 വട്ടം ഇങ്ങനെ ചലിപ്പിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ്? എനിക്ക് ആരും അഭയം തരുന്നില്ല, അദ്ദേഹത്തിന് വയ്യ, തീരെ അവശനാണ്, രാവിലെ മുതല് വൈകുന്നേരം വരെ ഓടി ഓടി അദ്ദേഹം അവശനാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഇവിടെ ഈ വരിയില്? മാറത്തെ മൂവിഴ നൂലിനാൽ വലം വിരൽ 4-5 വട്ടം ചലിപ്പിച്ചു. ആരാണെന്ന് ചോദിച്ചാൽ സൂര്യനാണ്. എന്തുകൊണ്ടാണ് സൂര്യൻ അങ്ങനെ വലം വിരൽ കൊണ്ട് ഇങ്ങനെ ചലിപ്പിച്ചെന്ന് ചോദിച്ചാൽ എന്താണ്? അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാനാവാത്ത ആ ഒരു അവസ്ഥ, അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ചെന്ന് നമുക്ക് തിരിച്ചു പോരാനും പറ്റില്ല, ഒരു സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ ഒരു ഇടം കിട്ടില്ല, നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ. അപ്പൊ അത് തന്നെയാണ് സൂര്യഭഗവാനും ഉണ്ടായത്. പറ്റേ പുഴകേൽ കാലുരസി നടുമുറ്റം വലം വെച്ചു ചെന്നു. മൊട്ടിട്ട മുല്ല പോലെ വടക്കിനി കെട്ടിൽ ഓമലത്തയ്യാൽ കാലും മുഖവും കഴുകി ഭസ്മക്കുറി പാലഫലകത്തിൽ ചാർത്തി പുഞ്ചിരി കൊണ്ടവളിൽ നിൽപ്പു നിസ്സങ്കോചം പുഞ്ചിത ഔദാര്യത്തെ പോലെ. അമ്പിലെനിക്ക് നടക്കുവാൻ നിൻവിരൽ തുമ്പിലൊരു അവലംബമാക്കാവോ, വന്ന വഴിക്ക് തിരിച്ചുപോയി ഇടുവാൻ വയ്യല്ലോ ദേവന് പണ്ടു. അപ്പൊ എന്താണ്? ഇനി അടുത്ത ഒരാളെ കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് നടക്കാൻ തീരെ വയ്യ. എന്താണ്? കൈയും കാലൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിർത്താതെ ഓടുന്ന ഒരാള് പെട്ടെന്ന് നിന്ന് വീഴാനായിട്ട് പോകുന്നത് പോലെ. അപ്പൊ കാലുകളൊക്കെ എന്താണ്? നിലത്ത് ഉരസിയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം നടക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന് വയ്യാണ്ടായിരിക്കുന്നു. പിന്നെയോ, മൊട്ടിട്ട മുല്ലയെ പോലെ വടക്കിനി കെട്ടിലൊരു ഓമന തയ്യാൽ കാലും ഫലകവും കഴുകി ഭസ്മക്കുറി ഫലത്തിൽ ചാർത്തി. അപ്പൊ എന്താണ്? മുല്ലമൊട്ട് പോലെ അല്ല, ഒരു കുഞ്ഞു ബാലികേനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? അവിടെ ഒരു കുഞ്ഞു ബാലിക, 8-9 വയസ്സ് അല്ലെ 6-7 വയസ്സൊക്കെ ഉള്ള ഒരു കുഞ്ഞു ബാലിക. അപ്പൊ എന്താണ്? അവള് സന്ധ്യാദീപം വെക്കാനായിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി എന്ത് ചെയ്യാണ്? നമ്മൾ സന്ധ്യാദീപം വെക്കുന്നേക്ക് മുമ്പ് കൈയും കാലൊക്കെ കഴുകിയിട്ട് എന്ത് ചെയ്യും? ഭസ്മക്കുറിയൊക്കെ ചാർത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക? സന്ധ്യാദീപം തെളിയിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഭസ്മമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഭസ്മക്കുറി എന്ത് ചെയ്യണം? നമ്മുടെ ഫലകത്തിൽ എവിടെയാണ്? നമ്മുടെ നെറ്റിയിൽ എന്ത് ചെയ്യാണ്? ചാർത്തി. പുഞ്ചിരി കൊണ്ടവൾ നിൽക്കുന്ന ഈ സങ്കോചം പുഞ്ചിത ഔദാര്യത്തെ പോലെ. എന്താണ്? എന്താ, ആർക്ക് എന്ത് ചെയ്യാനും ഒരു മടിയില്ലാതെ നിൽക്കുന്ന, ഒരു സങ്കോചവും ഇല്ലാതെ എന്ത് ചെയ്യാണ് അവള്? നിൽക്കുകയാണ്. അമ്പിലെനിക്ക് നടക്കുവാൻ നിൻവിരൽ തുമ്പൊരു അവലംബമാക്കാം. അപ്പൊ സൂര്യൻ ചോദിക്കുകയാണ്, മോളെ എനിക്ക് നടക്കാനായിട്ട് തീരെ വയ്യ, അപ്പൊ എന്താണ്? നീ എനിക്കൊരു സഹായം ചെയ്യണേ. എന്താണ്? നിന്റെ ചൂണ്ടുവിരൽ എനിക്കൊന്ന് വിരൽ എനിക്കൊന്ന് തരാവോ? എന്തിനു വേണ്ടിയിട്ടാണ്? നിന്റെ കൈയൊന്ന് പിടിച്ച് എനിക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട്. വന്ന വഴിക്ക് തിരിച്ചു പോയിടുവാൻ വയ്യല്ലോ ദേവന് പണ്ടും. അപ്പൊ അദ്ദേഹത്തിന് ഈ വന്ന വഴിക്ക് അപ്പൊ തന്നെ തിരിച്ചു പോകാനായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഈ വരികളിൽ ഏതവസ്ഥയാണ്? നിസ്സഹായ അവസ്ഥയാണ് കേട്ടോ. വന്ന വഴിക്ക് തിരിച്ചു പോയി ഇടുവാൻ വയ്യല്ലോ ദേവന് പണ്ട്. ഇവിടെ ഏതാണ്? നിസ്സഹായാവസ്ഥയാണ്. അപ്പൊ ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, എനിക്ക് നീ ഒരു അഭയം തരാവോ? നിന്റെ കൈവിരൽ തുമ്പൊന്ന് എനിക്ക് തരാവോ? പിടിച്ചു നടക്കാനായിട്ട് ഞാൻ അത്രയ്ക്കും എനിക്ക് വയ്യാണ്ടായിരിക്കുന്നു. അപ്പൊ എന്താണ്? അതൊന്ന് എനിക്ക് തരാവോ എന്ന് ചോദിക്കുകയാണ്. പിന്നെയോ, ദൈന്യത കണ്ടുരുകാതെ കന്നിയിൽ അന്യത്ത ശങ്കയെ ബാക്കി തിന്നബാ ബാലിക വായിച്ചിരിക്കുമോ കർണപിതാവിനെ പറ്റി. അപ്പൊ എന്താണ്? ഇപ്പൊ അങ്ങനെ അവള് ഇങ്ങനെ ആശങ്കയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരെ സഹായിക്കാൻ? അപ്പൊ കർണന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? കർണൻ എന്താണ്? എല്ലാം ദാനം ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞു ബാലിക. അപ്പൊ അദ്ദേഹം നമ്മുടെ സൂര്യനെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്തു? അവൾ ഒരു ശങ്കയില്ലാതെ എന്ത് ചെയ്യാണ്? ചെല്ലുകയാണ്. ഈ യുഗധർമ്മത്തെ ഓർത്തു കുറിച്ചിടിനാൽ തൂവെളിച്ചം നിലനിർത്താൻ പ്രാണലിൽ നിന്നുടൻ ചീന്തിയെടുത്തൊരു ചീളാൻ തിരിച്ച തിരിയെ സ്നേഹം കിനിന്നോടത്തിലിട്ടുള്ള അവൾ ചാലവേ ചാലിച്ച ശേഷം. അപ്പൊ എന്താണ്? ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. സന്ധ്യാസമയത്ത് എന്ത് ചെയ്യണം? വിളക്ക് കത്തിക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്തായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സൂര്യപ്രകാശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ പ്രകാശത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സന്ധ്യക്ക് ദീപം തെളിയിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മുടെ സൂര്യഭഗവാനിൽ നിന്ന് എടുത്ത ഒരു ചെറിയൊരു വെളിച്ചത്തെ നമ്മൾ ഏതിലേക്ക് ആവാഹിക്കുകയാണ്? തിരിയിലേക്ക് ആവാഹിക്കുകയാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം സന്ധ്യാദീപം തെളിയിക്കുന്നത് നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കണ്ടിട്ടില്ലാത്തവരെ നമുക്ക്
സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യാണ്, ചെറിയൊരു വിളക്കിൽ അല്ലെ കൊടിവിളക്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഇതിലേക്ക് എടുത്തേച്ച് നമ്മൾ എന്ത് ചെയ്യും, തുളസിത്തറയില് കൊണ്ടുവെക്കാറുണ്ട് അല്ലെ വൈകുന്നേരം സന്ധ്യാസമയമാകുമ്പോ. അപ്പൊ എന്താണ്, ഇരുട്ടിനെ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ തൂവെളിച്ചം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. പ്രാണനിൽ നിന്ന്, അപ്പൊ ആരുടെ പ്രാണനിൽ നിന്നാണ് ഈ വെളിച്ചം എടുത്തിട്ടുള്ളത്? സൂര്യഭഗവാന്റെ പ്രാണനിൽ നിന്ന്. അതിൽ നിന്നൊരു ചീള് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് തിരിയാ സ്നേഹം കിനിയുമെന്നോ നോടത്തിലിട്ടവൾ ചാലവേ ചാലിച്ച ശേഷം. അപ്പൊ എന്താണ്, ആ സ്നേഹത്തോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, തിരി തെളിയിക്കുന്നത്. നമ്മൾ സന്ധ്യാദീപം തെളിയിക്കുന്നത് നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, ഭഗവാനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് വളരെ സ്നേഹപൂർവ്വമാണ് അല്ലെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥനാപൂർവ്വമാണ് എന്ത് ചെയ്യുക, തിരി തെളിയിക്കുക. ആ തീത്തുമ്പ് പിടിച്ചു നടത്തിനാൽ മാർത്താണ്ഡ ദേവനെ പിന്നെ. അപ്പൊ എന്താണ്, മാർത്താണ്ഡ ദേവൻ ആരാണ്? സൂര്യഭഗവാനാണ്. അപ്പൊ എന്താണ്, അപ്പൊ നമ്മള് എന്ത് ചെയ്തു, സൂര്യനെ എങ്ങനെയാണ് അവള് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് സന്ധ്യാദീപം നമ്മൾ തെളിയിക്കാൻ കൊണ്ടുപോവുക? വളരെ അല്ലെ, ഇങ്ങനെ ചാടിപ്പോവാതെ കെട്ടുപോവാതെ ഒക്കെ നോക്കി നമ്മൾ എങ്ങനെയാണ് അല്ലെ, രണ്ട് കൈകൾ കൊണ്ട് നമ്മൾ പിടിച്ച് വളരെ പതുങ്ങിയാണ് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, ആ ബാലിക സൂര്യഭഗവാന്റെ കയ്യിൽ പിടിച്ച് ഒരു കുഞ്ഞ് അനുജനെ നടത്തിക്കൊണ്ട് പോകുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. കൊച്ചനുജാതനെ കൈവിരൽ തുമ്പാലെ പിച്ചു വെപ്പിക്കുന്ന പോലെ കാലുറയ്ക്കാത്ത ദേവനെയും കൊണ്ട് 4 കെട്ടിൽ കൂടെ വന്നു. അപ്പൊ എന്താണ്, ആ കുഞ്ഞ് എന്ത് ചെയ്യുകയാണ്, സൂര്യഭഗവാനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. സൂര്യഭഗവാൻ ഏതായിട്ടാണ് വരുന്നത്, തിരി അല്ലെ, സന്ധ്യാദീപം തെളിയിക്കാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഏതിലേക്ക് ആവാഹിച്ചു വെച്ചിരിക്കുകയാണ്, ഈ തിരിയിലേക്ക് ആവാഹിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു കുഞ്ഞനുജനെ കയ്യിൽ പിടിച്ച് നടത്തിക്കുന്നത് പോലെ പതിയെ അല്ലെ, കുഞ്ഞു ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെയൊക്കെ കയ്യിൽ പിടിച്ച് നടത്തിക്കുന്നത് പോലെ അത്രയ്ക്കും ശ്രദ്ധയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, സൂര്യഭഗവാനെ ഈ വിളക്കിലേക്ക് ആവാഹിച്ച് എന്ത് ചെയ്യണത്, തുളസിത്തറയില് വെക്കാൻ പോകുന്നത്. ഉമ്മറത്തിണ്ണയിൽ നിൽക്കവേ മുത്തശ്ശിയെ അഞ്ജലി കൂപ്പി തൊഴുതു. അപ്പൊ എന്താണ്, നാലുകെട്ടായ വീടാണ്. അപ്പൊ ഉമ്മറത്തിണ്ണയിൽ ഇരുന്ന മുത്തശ്ശി എന്ത് ചെയ്തു, ഈ സന്ധ്യാദീപം തെളിയിക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, കൈകൂപ്പി തൊഴുതു. ഭർത്തു സമാഗമം നേർന്നു സുമംഗലി മസ്തകം താഴ്ത്തി നിന്നു. അപ്പൊ എന്താണ്, ആ സുന്ദരിയായ യുവതിയും എന്ത് ചെയ്തു, ഈ സന്ധ്യാദീപം തെളിയിക്കുന്ന കണ്ടിട്ട് എന്ത് ചെയ്തു, തല താഴ്ത്തി നിന്നു. മുല്ലക്കുടങ്ങളിൽ ശംഖൂതും വണ്ടുകൾ മുറ്റും സ്തുതിക്കും അവനെ. ക്ഷിപ്രസാദിയാൻ ദേവനെ കന്യക തൃത്താത്തറയിലിരുത്തി. തൃത്താത്തറ എന്താണ്, തുളസിത്തറയാണ് കേട്ടോ. അപ്പൊ എന്താണ്, സൂര്യഭഗവാൻ എങ്ങനെയാണ്, ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രസാദിക്കും. ക്ഷിപ്രപ്രസാദി എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പ്രസാദിക്കുന്ന ആളാണ്. ഉള്ള വെളിച്ചം മൂടിക്കെടുത്തുന്ന പള്ളുമൊടുവിൽ കുനിയും അന്ത്യത്തിരിയുമായി എത്തുന്ന നിങ്ങൾ തൻ മുമ്പില് ഇളം തലമുറക്കാരെ. അപ്പൊ എന്താണ് പറയുന്നത്, ഈ ഉള്ള വെളിച്ചത്തെ ഊതിക്കെടുത്താനായിട്ട് എന്ത് ചെയ്യാണ്, മുതിർന്ന തലമുറക്കാര് ശ്രമിക്കുമ്പോൾ ഇളം തലമുറക്കാരാണ് ഈ പ്രകാശം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ കവി പറയുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് നമ്മള് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. അന്തിത്തിരി എന്ന് പറഞ്ഞ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യ ദശയിൽ എഴുതിയ ഒരു കവിതയാണ് അന്തിത്തിരി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, സൂര്യഭഗവാനെ കുറിച്ചാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. എന്താണ്, സൂര്യഭഗവാൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് അല്ലെ, നമുക്കറിയാം രാവിലെ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പൊ ആ ഒരു പടിഞ്ഞാറ് അന്തിക്കരക്കര ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് തീരെ വയ്യ. അദ്ദേഹത്തിന്റെ കുതികൾ എന്ത് ചെയ്യുന്നു, ചോര തുപ്പിയിട്ട് കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഏതെങ്കിലും വീട്ടിൽ ഇന്നൊരു ദിവസം കിടക്കാനായിട്ട് അഭയം ചോദിക്കാമെന്ന് ഓർത്ത് ആദ്യം ഒരു മുത്തശ്ശിയുടെ അടുത്താണ് അഭയം ചോദിക്കുന്നത്. അപ്പൊ മുത്തശ്ശി എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് അഭയം കൊടുക്കുന്നില്ല. എന്താണ് പറയുന്നത്, പാടില്ല തൂവെളിച്ചത്തിന് വേണ്ടിയൻ പാരമ്പര്യങ്ങളെ തള്ളാനെന്ന് പറയുന്നത്. നിന്നെ എനിക്ക് ഇവിടെ അഭയം തരാനായിട്ട് പറ്റില്ല. വൈകുന്നേരം സൂര്യന്റെ ആവശ്യമില്ല. വൈകുന്നേരം എന്തിന്റെയാണ് ആവശ്യമുള്ളത്, ഇരുട്ടാണ് ആവശ്യമുള്ളത്. അപ്പൊ നമുക്കറിയാം ഭൂമിയുടെ ഒരു സന്തുലനാവസ്ഥയ്ക്ക് അല്ലെ, സൂര്യപ്രകാശം വേണം, ഇരുട്ടും വേണം, ആ ഒരു ലെവല്. അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് മാറിപ്പോയി എന്ത് ചെയ്യും, മൊത്തത്തിലുള്ള നമ്മുടെ ഭൂമിയുടെ സ്ഥിതി സന്തുലനാവസ്ഥയ്ക്ക് എന്ത് ചെയ്യും, ചേഞ്ച് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പൊ മുത്തശ്ശി എന്താ പറഞ്ഞ, പാടില്ല തൂവെളിച്ചത്തിന് വേണ്ടി ഞാൻ എന്റെ പാരമ്പര്യങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ല, അതുകൊണ്ട് നിനക്ക് അഭയം തരാൻ കഴിയില്ലെന്ന് പറഞ്ഞ മുത്തശ്ശി എന്ത് ചെയ്യാണ്, സൂര്യനെ അവിടെ നിന്ന് മടക്കി അയക്കുകയാണ്. പിന്നെ സൂര്യൻ അടുത്ത ആളുടെ അടുത്ത് ചെന്നു. ആരുടെ അടുത്താണ് ചെന്നത്, യുവതിയുടെ അടുത്താണ് ചെന്നത്. അപ്പൊ യുവതിയും എന്താണ് പറയുന്നത്, എനിക്ക് അങ്ങേക്ക് അഭയം തരാൻ പറ്റില്ല, കാരണം എന്റെ ഭർത്താവ് എന്ത് ചെയ്യില്ല, സന്ധ്യാസമയം ആയാലും ഇരുട്ട് പരന്നാൽ മാത്രമേ ജോലി സ്ഥലത്തു നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരികയുള്ളൂ. ഞാൻ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. അപ്പം സൂര്യഭഗവാൻ ഇവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സന്ധ്യ ആവാതെ അല്ലെ ഇരുട്ട് പരക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, എന്റെ ഭർത്താവ് വരില്ല. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ അദ്ദേഹത്തെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങേക്ക് ഇവിടെ അഭയം തരാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും എന്ത് ചെയ്യാണ്, പറഞ്ഞയക്കുകയാണ്. പിന്നെ
അദ്ദേഹം തളർന്നു പോവുകയാണ്. പിന്നെ മൂന്നാമത് ആരാണ് അദ്ദേഹത്തിന് അഭയം കൊടുക്കുന്നത്? കുഞ്ഞൊരു ബാലികയാണ്. അപ്പൊ അവളെന്താ പറയുന്നത്? അവള് എന്ത് ചെയ്യാണ്? വൈകുന്നേരം സന്ധ്യാദീപം തെളിയിക്കാനായിട്ട് കൈയും കാലൊക്കെ കഴുകി ഭസ്മക്കുറിയൊക്കെ ചാർത്തി എന്ത് ചെയ്യാണ്? സന്ധ്യാദീപം തെളിയിക്കാനായിട്ട് എന്ത് ചെയ്യാണ്? വരികയാണ്. അപ്പൊ ആ സമയത്താണ് സൂര്യഭഗവാൻ ചോദിക്കുന്നത്, കുഞ്ഞെ എന്റെ കൈയും കാലൊക്കെ തളർന്നു, എനിക്ക് ഒട്ടും വയ്യ, ഇന്ന് നീ എനിക്കൊരു അഭയം തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവളെന്താണ്? അദ്ദേഹത്തെ കൈവിരൽ പിടിച്ച് നടത്തി എവിടെയാണ് കൊണ്ടിരുത്തുന്നത്? തുളസിത്തറയിലാണ് കൊണ്ടേയിരുത്തുന്നത്. അപ്പൊ എന്താണ്? അദ്ദേഹത്തെ ഏതിലേക്ക് ആവാഹിക്കുന്നു? ആ തിരിയിലേക്ക് ആവാഹിച്ച് അവിടെ കൊണ്ടേ ഇരുത്തുന്നു. അപ്പൊ സൂര്യന്റെ വെളിച്ചത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സന്ധ്യാദീപം തെളിയിക്കുകയാണ്. ഇപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്താൽ സന്ധ്യാദീപം തെളിയിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പഴയ തലമുറകൾ എന്താണ്? ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ പുതിയ തലമുറയാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രകാശത്തെ തെളിയിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കവി പറയുന്നത്. അടുത്തത് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. 203 പാടില്ല തൂവെളിച്ചത്തിന് വേണ്ടി എൻ പാരമ്പര്യങ്ങളെ തള്ളാൻ ആരുടെ വാക്കുകളാണ്? മുത്തശ്ശിയുടെ വാക്കുകളാണല്ലേ നമ്മൾ പറഞ്ഞിരുന്നു. മാറത്തെ മൂഴ നൂലിൽ വലം വിരൽ 4-5 വട്ടം ചലിച്ചു. ഈ വരികളിൽ വെളിപ്പെടുന്ന ഭാവം എന്താണ്? അപ്പൊ എന്താണ്? തന്റെ തൽക്കാലത്തെ അവശതയും എന്ത് വേണമെന്ന് അറിയാക്കി നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു നിസ്സഹായാവസ്ഥ അല്ലെ? നമുക്ക് പറയുകയാണെങ്കിൽ വന്ന വഴിക്ക് തിരിച്ചു പോയി ഇടുവാൻ വയ്യല്ലോ ദേവന് പണ്ടും സൂചിപ്പിക്കുന്ന ഭാവം എന്താ? എന്ത് ഭാവമാണ്? നിസ്സഹായാവസ്ഥയാണ്. പച്ചക്കുതിരകൾ ചോര തുപ്പിയിട്ട് കിടന്നെന്ന് കവി ഭാവന ചെയ്യുന്ന എന്തിനെയാണ്? എന്താണ്? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആകാശത്ത് എന്ത് ചെയ്യും? ചെമ്മാനം അല്ലെ? ചുമന്ന് കിടക്കും ആകാശം. ചുമന്ന കളറുള്ള ഈ മേഘത്തെയാണ് സൂര്യന്റെ കുതിരകൾ ചോര തുപ്പിയിട്ട് കിടന്നു എന്ന് കവി ഭാവന ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച 2 കവിതകൾ ഏകദേശം അതിൻ്റെ അകത്ത് ആ ഒരു സന്ധ്യാസമയത്തെ കുറിച്ചും അതിന്റെ ഒരു പ്രത്യേകതകളെ കുറിച്ചുമാണ് അല്ലെ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല സമയമൊക്കെ ആണെങ്കിൽ അല്ലെ? സന്ധ്യാസമയം ആകുമ്പോ എങ്ങനെയാണ്? ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താണ് സൂര്യനെ കാണാനൊന്നും കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതെന്ത് ചെയ്യാം? നോക്കാം. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഓരോന്നും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് പോകില്ല പഠിച്ചു കഴിയുമ്പോൾ. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ ഒന്ന് നോക്കിയേ സന്ധ്യാസമയം എങ്ങനെയാണ്, ഇരുട്ട് പരക്കുമ്പോ എങ്ങനെയാണ് അല്ലെ? അങ്ങനെയൊക്കെ നോക്കിയ അന്ത്യത്തിരിയിലെ സൂര്യനെ ഒരു നമ്പൂതിരിയോട് ഉപമിച്ചിരിക്കുന്നതിന്റെ തെളിവുകൾ. അപ്പൊ ഒരു നമ്പൂതിരിയായിട്ടാണ് ആരെ ഇവിടെ കാണുന്നത്? സൂര്യനെ കാണുന്നത്. വന്നു വശായി നമ്പൂതിരി ഭാഷയാണ് അല്ലെ? വന്നു വശായി എന്ന് പറഞ്ഞാൽ വശമായി അല്ല, ഞാൻ ഇവിടെ വന്നു പോയി എന്ന് പറയുന്നതാണ്. അപ്പൊ അത് ലോപിച്ചാണ് ഏതായിട്ട് മാറിയത്? വശായി എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? മൂവിഴ നൂലിൽ വലംവിരൽ വെച്ച് ചലിപ്പിച്ചെന്ന് പറഞ്ഞാൽ മൂവിഴ നൂൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? പൂണൂലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ പൂണൂലാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പിന്നെയോ ഇതൊക്കെയാണ് എന്താ സൂര്യനെ ഒരു നമ്പൂതിരിയായിട്ട് ഉപമിക്കുന്നതായിട്ട് തോന്നുന്നത്. പാരമ്പര്യങ്ങളെ തള്ളിക്കളയാൻ അവലെന്ന മുത്തശ്ശി പറയുന്നത് എന്തുകൊണ്ടാണ്? താമസിക്കാൻ സ്ഥലം അന്വേഷിക്കുന്ന സൂര്യനോട് മുത്തശ്ശി കർക്കശമായാണ് പെരുമാറിയത്. സൂര്യൻ രംഗപ്രവേശം ചെയ്താൽ ഇരുൾ അല്ലെങ്കിൽ അന്ധകാരം, ഇരുട്ടെന്ത് ചെയ്യും? ഇല്ലാതായി പോകും. സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് എന്ത് ചെയ്യും? അവിടെ ഇല്ലാതായി പോകും. പാരിനാണെങ്കിലും അഭയം തേടി എന്നും എത്താറുള്ളതിനാൽ അതിനെ അനാഥമാക്കുന്നത് എങ്ങനെ? പാരമ്പര്യങ്ങളെ തള്ളാൻ മുത്തശ്ശി എന്ത് ചെയ്യുന്നില്ല? തയ്യാറാകുന്നില്ല. സൂര്യന് അഭയം കൊടുക്കാൻ പറ്റത്തില്ല. വൈകുന്നേരമായി. അപ്പൊ എന്ത് വരണം അവിടെ? ഇരുട്ട് വരണം. പിന്നെ അന്ത്യത്തിരിയിലെ മുദ്ദാങ്കിനി സൂര്യനോട് അവലംബിക്കുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുക. അപ്പൊ നമ്മളിപ്പോ പഠിച്ചായിരുന്നു അല്ലെ? തെക്കിനി തിണ്ണയിൽ ഈറം മാറുന്ന സുന്ദരിയോട് തലയായ്ക്കാൻ ഇടം തരാമോ എന്ന് ആര് ചോദിക്കുന്നുണ്ട്? സൂര്യൻ ചോദിച്ചപ്പോ ആ മുദ്ദാങ്കിനി എങ്ങനെയാ പറഞ്ഞത്? അങ്ങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ മൂകവും ശാന്തവുമായി നീൽ രാത്രി എത്തുകയില്ല. രാത്രി എത്തിയാലേ തന്റെ പ്രാണനാഥൻ എത്തുകയുള്ളൂ. അദ്ദേഹം എത്തിയില്ലെങ്കിൽ താൻ ഈ പൂമ്പുടവ അണിയുന്നത് കൊണ്ട് അർത്ഥമില്ല. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാണ്? ഇളമുറ പെൺകിടാവ് സൂര്യനെ തുളസിത്തറയിൽ എത്തിക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുക. ഒന്ന് ടിക്ക് ചെയ്തോ കേട്ടോ. വൺവേഡുകൾ ആദ്യം പറഞ്ഞ എല്ലാം ടിക്ക് ചെയ്യണേ. സൂര്യന്റെ വല്ലായ്മ പെൺകിടാവിന്റെ മനസ്സലിയിപ്പിച്ചു. അനുജനെ വിരൽത്തുമ്പിൽ പിടിച്ച് പിച്ച് നടത്തിക്കുന്നത് പോലെയായിരുന്നു പെൺകിടാവിന്റെ പെരുമാറ്റം. കാലുറയ്ക്കാത്ത ദേവനെ നേരിട്ട് കണ്ണിൽ പെടാത്ത വിധം ഒപ്പം നിർത്തി. ആ പെൺകുട്ടി 4 കെട്ട് കടന്ന പൂമുഖത്തെത്തി. സൂര്യനെ തുളസിത്തറയിൽ ഇരുത്തി. അന്ത്യത്തിരി വെക്കുന്ന അനുഷ്ഠാനത്തിലൂടെ സൂര്യന്റെ തേജസ് പെൺകുട്ടി വിളക്കിലേക്ക് ആവാഹിച്ചു എന്ന് കവി പറയുന്നു.
പിന്നെയുള്ള അന്ത്യത്തിരി പുതിയ തലമുറയ്ക്ക് നൽകുന്ന വിശ്വാസവും പ്രത്യാശയും എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ കുഞ്ഞു പെൺകുട്ടിയാണ് എന്താ ഇനിയുള്ള, ഇപ്പൊ നമുക്കറിയാം മുത്തശ്ശി പ്രായമായിട്ടിരിക്കുന്നയാളാണ്, അവരുടെ ഒരു കാലം കഴിഞ്ഞു, ഇനി യുവതിയും അല്ലെ അവര് ഒരു പകുതി ഏജിലെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞു ബാലികയാണ് ഇനി എന്താ നാളത്തെ തലമുറ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ സംസ്കാരത്തെ നിലനിർത്താനും അതുപോലുള്ള അതിനൊക്കെ അല്ലെ. അപ്പൊ ഈ പുതുതലമുറയിലുള്ള പ്രത്യാശയാണ് ബാലികയിലൂടെ എന്ത് ചെയ്യുന്നത്, കവി അവതരിപ്പിക്കുന്നത്. പിന്നെ അന്ത്യത്തിരിയിലെ നാടകീയത വിശദമാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോ പറഞ്ഞതാണ്. മർത്യരാശി പതിരിട്ടോ എന്ന് ചിന്തിച്ചു പോകാനുള്ള ഉള്ള ഇടം എന്താണ്? അപ്പൊ എപ്പോഴും ഈ മർത്യർക്ക് വെളിച്ചത്തെക്കാൾ ഇരുട്ടിനോടാണോ കൂടുതൽ ആശിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? സൂര്യൻ ആലോചിച്ചു പോകുന്നത്. അപ്പൊ അവർ രണ്ടുപേരും, മുത്തശ്ശിയും സുന്ദരിയും, സൂര്യൻ അഭയം കൊടുക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ അങ്ങനെ ചിന്തിക്കുന്നത്. സൂര്യനെ എതിരേറ്റ ബാലികയുടെ ഭാവത്തെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സൂര്യന്റെ വിവശതയിൽ അലിവുള്ളവളാണ് ബാലിക. അനുജനെ വിരൽത്തുമ്പിൽ പിടിച്ച് പിച്ചു നടത്തുന്നത് പോലെ ലാഘവത്തോടെ വാത്സല്യത്തോടെയുമായിരുന്നു സൂര്യനെ എന്ത് ചെയ്യുന്നത്, വിളക്കിലെ തിരിയിലേക്ക് എന്ത് ചെയ്തത് നമ്മുടെ ബാലിക ആവാഹിച്ചത്. പിന്നെ അന്ത്യത്തിരി എന്ന കവിതയെ അതിന്റെ ഒരു എന്താണ് ദർശനവും അതിന്റെ സമകാലിക പ്രസക്തിയൊക്കെ പരിശോധിക്കാനായിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും വായിച്ചു നോക്കട്ടെ. ഈ കവിത നന്നായിട്ട് വായിച്ചു നോക്കണം, അതിന്റെ അർത്ഥം നോക്കണം. ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഒന്ന് വായിച്ചിട്ട് വേണം ഇന്ന് പുസ്തകം അടച്ചു വെക്കാനേ. ഇപ്പം തന്നെ നോക്കണം ഞാൻ പറയില്ല, നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ഇന്നൊന്ന് വായിച്ചു നോക്കിയേച്ച് വേണം കിടക്കാനായിട്ട്. ഇനി നമുക്ക് റിവിഷൻ തുടങ്ങാനായിട്ട്. അപ്പൊ ആദ്യത്തെ പാഠങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കണേ. അപ്പൊ ഇന്ന് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പറയുന്ന ഈ 2 ചാപ്റ്ററുകൾ ഒന്ന് നോക്കിയേച്ച് വരണേ. ഇപ്പൊ ഈ പഠിപ്പിച്ച കവിത 2 എണ്ണം, ഇന്ന് പഠിപ്പിച്ച അന്ത്യത്തിരിയും ഇന്ന് ഞാൻ നാളെ നീ, അത് രണ്ടും ഒന്ന് നന്നായിട്ട് നോക്കിയേച്ച് വരണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you all of you. Thank you. Yes, thank you so much. Thank you.